കഥ തുടരുന്നു. റിംസന്റെ നോട്ടവും ഭാവവും സംസാരവും ആദർശിന് അത്ര രസിച്ചില്ല. എങ്കിലും അയാൾ സഹിച്ചു. കോച്ചിങ് ക്ലാസ്സിൽ സ്വാതിയുടെ സഹപാഠിയായിരുന്നല്ലോ. മാരേജിന് ഞങ്ങളെ സ്വാതി ക്ഷണിച്ചതേയില്ല. ഇതിപ്പോൾ വലിയ സർപ്രൈസ് ആയിരിക്കുന്നു. എന്താണ് ചേട്ടൻ്റെ പേര്? ആദർശ്. ചേട്ടൻ എന്ത് ചെയ്യുന്നു? എഞ്ചിനീയറാണ്. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ്. എത്ര നാളായി മാരേജ് കഴിഞ്ഞിട്ട്? ക്ഷമയുടെ നെല്ലിപ്പലകയിൽ എത്തുകയായിരുന്നു ആദർശ്. ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെടാൻ നിന്ന് കൊടുക്കേണ്ടതില്ലായിരുന്നു. സ്വാതി എല്ലാം കൊണ്ടും ഭാഗ്യവതിയാണ്. അല്ലെങ്കിൽ പിന്നെ ഇത്ര വേഗം ഓഫീസറായി ജോലി കിട്ടുമോ? കല്യാണം നടക്കുമോ? എവിടെയാണ് റിംസന്റെ വീട്? അയാളെക്കുറിച്ച് കൂടുതൽ അറിയാനായി ആദർശ് ചോദിച്ചു. കൊല്ലത്താണ്. അവിടെ നിന്ന് ഇത്രയും ദൂരം വണ്ടി ഓടിച്ചത് ഇവിടേക്ക് വരാനായിരുന്നോ? കുറേ നാളായി സ്വാതിയെ വിളിച്ചിട്ട്. അവൾ ഫോൺ എടുക്കുന്നില്ല. കാരണം ഇപ്പോഴാണ് മനസ്സിലായത്. കല്യാണം കഴിഞ്ഞ പിന്നെ ആണുങ്ങൾ വിളിച്ചാൽ പെൺപിള്ളേർ ഫോൺ എടുക്കത്തില്ല. പേടികൊണ്ടാ. റിംസൺ അത് പറഞ്ഞ് ചിരിച്ചു. സ്വാതിയെ കാണാനാണോ വന്നത്? അതെ. ഇക്കാലത്ത് ഒരാളുടെ വീട് കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവുമില്ല ചേട്ടാ. കുറ്റിത്തെരുവ് എവിടെയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇപ്പോൾ ഗൂഗിൾ മാപ്പ് വെച്ച് ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയും പോകാമല്ലോ. എന്തിനാണ് സ്വാതിയെ കാണുന്നതെന്ന് ചോദിക്കുന്നത് മര്യാദക്കേടാണെന്ന് ആദർശിന് തോന്നി. അയാൾ അവളെ കണ്ടിട്ട് പോകട്ടെ. റിംസൺ വരൂ. ആദർശ് ക്ഷണിച്ചു. റിംസൺ അയാളോടൊപ്പം ഗേറ്റ് കടന്ന് വീട്ടിലേക്ക് നടന്നു. സ്വാതി കോച്ചിങ് ക്ലാസ്സിന് പോരുന്നതിന് ഒരു കൊല്ലം മുമ്പേ ഞാൻ പണി തുടങ്ങിയതാ. പക്ഷേ അവൾ മിടുക്കിയായതുകൊണ്ട് എന്നേക്കാൾ മുമ്പേ 2-3 ബാങ്കുകളിൽ സെലക്ഷൻ കിട്ടി. അത് കഴിഞ്ഞ് ഒടുവിൽ എൻ്റെയും നമ്പർ വീണു. അവർ സിറ്റൗട്ടിലേക്ക് കയറി ചെന്നു. അടുക്കളയിൽ സ്വാതിയുടെയും പത്മിനിയുടെയും സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു. ഇരിക്കെ, ആദർശ് പറഞ്ഞു. സിറ്റൗട്ടിലുണ്ടായിരുന്ന കസേരയിൽ റിംസൺ ഇരുന്നു. ഞാൻ സ്വാതിയെ വിളിക്കാം. ആദർശ് അകത്തേക്ക് കയറി ചെന്നു. സ്വാതി, അയാൾ നീട്ടി വിളിച്ചു. എന്താ ചേട്ടാ? അവൾ വിളി കേട്ടു. നിന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ആരാ? അവൾ അടുക്കളയിൽ നിന്ന് വന്നു. കോച്ചിങ് ക്ലാസ്സിൽ നിന്റെ കൂടെ പഠിച്ചയാളായിരുന്നെന്നാ പറഞ്ഞത്. അതാരാ? ദാ വെളിയിലുണ്ട്. സ്വാതി പുറത്തേക്ക് ചെന്നു. സിറ്റൗട്ടിൽ ഇരുന്ന റിംസനെ കണ്ട് അവൾ ഞെട്ടി. അയാൾ അവളെ നോക്കി പുഞ്ചിരിച്ചു. കല്യാണത്തിന് എന്നെ ക്ഷണിക്കാൻ മറന്നു അല്ലേ? ഇതാ ദൈവത്തിൻ്റെ കളി. അറിയാനുള്ളത് എപ്പോഴാണെങ്കിലും അറിയും. ഭീതിയോടെ സ്വാതി ഒന്ന് തിരിഞ്ഞു നോക്കി. ഭാഗ്യം, ആദർശ് മുറിയിലേക്ക് പോയിരിക്കുന്നു. റിംസൺ എന്തിനാണ് വന്നത്? പുറയിലൂടെ അവൾ ചോദിച്ചു. കൊള്ളാം. നിന്റെ വീട്ടിലേക്ക് വന്നത് നിന്നെ കാണാനല്ലേ? അത് പിന്നെ പ്രത്യേകം ചോദിക്കണോ? എന്തിനാണ് എന്നെ കാണാൻ വന്നതെന്നാ ചോദിച്ചത്. ഞാൻ എത്രയോ തവണ നിന്റെ മൊബൈലിൽ വിളിച്ചു. അപ്പോഴൊക്കെ നീ കട്ട് ചെയ്തു. എന്തിനാ അങ്ങനെ ചെയ്തത്? അത് പിന്നെ ഞാൻ അന്നേരം ഒന്നും ഫ്രീ അല്ലായിരുന്നു. അവൾ വിക്കി പറഞ്ഞു. ശരി, അന്നേരം ഫ്രീ അല്ലായിരുന്നെങ്കിൽ പിന്നെ ഫ്രീ ആയ സമയത്ത് തിരിച്ചു വിളിക്കാമല്ലോ. അതൊന്നും നീ ചെയ്തില്ല. റിംസൺ എന്തിനാണ് വന്നത്? ക്ഷമ നശിച്ച് സ്വാതി ചോദിച്ചു. അത് പറയാം. ആദ്യം എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട്. എന്തിനാണ് നീ എന്നെ അവഗണിച്ചത്? എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്. റിംസൺ അത് മനസ്സിലാക്കി എന്നെ വെറുതെ വിടുമെന്ന് ഞാൻ വിചാരിച്ചു. അയാളൊന്ന് ചിരിച്ചു. നിന്നെ വെറുതെ വിടാനോ? കൊള്ളാം. എന്നെ കുറെ കൊതിപ്പിച്ച പെണ്ണല്ലേ നീ. അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ നിന്നെ? അതുകൊണ്ടല്ലേ എന്നെ തേടി പിടിച്ച് നടന്നത്. മുറിയിലാണെങ്കിലും ആദർശ് ഈ സംസാരം ശ്രദ്ധിക്കുമോ എന്ന ഭയം. സ്വാതി തിരിഞ്ഞു നോക്കി. പ്ലീസ് റിംസൺ, ദയവ് ചെയ്തു പോകൂ, അവൾ അപേക്ഷിച്ചു. ഞാൻ ഉടൻ പോയേക്കാം. എനിക്ക് നിന്നെ ഉപദ്രവിക്കണമെന്ന ആഗ്രഹമില്ല. അങ്ങനെ വല്ല ചിന്തയും ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ഹസ്ബൻഡിനെ കണ്ടപ്പോൾ തന്നെ നിന്റെ കാമുകൻ ശ്യാംകുമാറിൻ്റെ കാര്യം അയാളോട് ഞാൻ പറഞ്ഞേനെ. അവൾ ശബ്ദിക്കാനാവാതെ നിന്നു. ആ സത്യം വെളിപ്പെടുത്തേണ്ട ഒരവസരം ഉണ്ടായാലേ ഞാൻ പറയൂ. അതുവരെ ആ രഹസ്യം ഞാൻ എൻ്റെ മനസ്സിൽ താഴിട്ട് പൂട്ടിവെക്കും. റിംസൺ വിജയഭാവത്തിൽ ഒന്ന് ചിരിച്ചു. നീയും ശ്യാമും കൂടി കൊല്ലത്ത് കുറേ ചുറ്റിക്കറങ്ങിയതല്ലേ? പേടിക്കണ്ട. അതൊന്നും ഞാൻ നിൻ്റെ ആദർശ് ചേട്ടനോട് പറയില്ല. പക്ഷേ ഇപ്പം തന്നെ നീ വല്ലാതെ പേടിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ പേടിപ്പിക്കുന്നില്ല. ഞാനിപ്പോൾ വന്നത് വേറൊരു കാര്യം പറയാനാണ്. എന്താണ്? അവൾ ഉത്കണ്ഠയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. അവസാനം എൻ്റെ പുളിച്ചിയും പൂത്തു. എനിക്ക് പ്രൊബേഷണറി ഓഫീസർ സെലക്ഷനുണ്ട്. കൺഗ്രാജുലേഷൻസ്, അവൾ വിളറിയ മുഖത്തോടെ പറഞ്ഞു. ഇക്കാര്യം അറിഞ്ഞപ്പോൾ ധാരാളം പേർ എന്നെ അഭിനന്ദിച്ചു. പക്ഷേ ഇപ്പോൾ നീ പറഞ്ഞ ഈ കൺഗ്രാജുലേഷൻസ് ഉണ്ടല്ലോ, അതിൻ്റെ മാധുര്യം വേറൊന്നിനും ഉണ്ടായിരുന്നില്ല. എന്താ കാരണം? അവരൊന്നും നിന്നെപ്പോലെ സുന്ദരിയായ ഒരു പെണ്ണായിരുന്നില്ല. അവരൊന്നും എനിക്ക് പ്രിയപ്പെട്ടവരും ആയിരുന്നില്ല. സ്വാതി അറിയാതെ ഒന്ന് വിറച്ചു. നിന്നെ കണ്ടിട്ട് നേരിട്ട് ഇക്കാര്യം അറിയിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് നേരെ വന്ന് വീട് തപ്പി പിടിച്ചത്. വന്നപ്പോഴല്ലേ വേറൊരു അത്ഭുത വാർത്ത അറിയുന്നത്. സ്വാതി ശ്യാംകുമാറിനെ തഴഞ്ഞ് ആദർശ് എന്ന എഞ്ചിനീയറെ കിട്ടിയെന്ന കാര്യം. അവൾ ശബ്ദിക്കാനാവാതെ നിന്നു. പക്ഷെ സ്വാതി, ശ്യാംകുമാർ ആയിരുന്നു കൂടുതൽ സുന്ദരൻ. ആദർശിനേക്കാൾ നിനക്ക് ചേർച്ച അയാളായിരുന്നു. നിൻ്റെ ഈ സെലക്ഷൻ അത്ര നന്നായില്ല. ഇക്കാലത്ത് എഞ്ചിനീയർമാരെ മുട്ടാതെ റോഡിലൂടെ നടക്കാൻ പറ്റത്തില്ല. പക്ഷേ ബാങ്ക് ഓഫീസറോ? നീ ശ്യാംകുമാറിനെ വേണ്ടെന്ന് വെച്ചത് ശരിയായില്ല. സ്വാതിയുടെ തൊണ്ട വരണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് സ്റ്റേറ്റ് ബാങ്കിൽ സെലക്ഷനുണ്ട്. പോസ്റ്റിൽ ഇതുവരെ ആയിട്ടില്ല. ഈ മാസം അവസാനത്തോടാകുമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇനിയും കണ്ടുമുട്ടേണ്ടി വരും. കാരണം നമ്മളിനി ഒരേ ബാങ്കിലെ ഓഫീസർമാരാണല്ലോ. ഇരിക്കെ, ചായ കുടിച്ചിട്ട്, അവൾ ആശ്വാസത്തോടെ പറഞ്ഞു. കാരണം അയാൾ ഇപ്പോൾ കുഴപ്പമൊന്നും കാണിക്കുകയില്ലെന്ന് അവൾക്ക് മനസ്സിലായി. കൊള്ളാം. ആദ്യമായി നിൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാതെ ഞാൻ പോകുമോ സ്വാതി? അവൾ അകത്തേക്ക് പോകാനായി തിരിഞ്ഞു. നിൻ്റെ ഹസ്ബൻഡിനെ വിളിക്കേ. നമ്മുടെ സ്വകാര്യ സംഭാഷണം കഴിഞ്ഞെന്ന് പറ.
എന്തായാലും അയാളൊരു മാന്യനാണ്, അല്ലെങ്കിൽ ഇവിടെ വന്ന് കുറ്റിയടിച്ചിരുന്നേനെ. റിംസൺ വീണ്ടും ചിരിച്ചു. സ്വാതി അവളുടെ മുറിയിലേക്ക് ചെന്നു. മൊബൈലിൽ ആരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ആദർശ്. സംസാരിച്ചു കഴിഞ്ഞ് അങ്ങോട്ടൊന്ന് ചെല്ലണേ, അവൾ പറഞ്ഞു. അയാൾ തലകുലുക്കി. അവൾ അടുക്കളയിലേക്ക് ചെന്നു. പത്മിനി 2 കപ്പുകളിലേക്ക് ചായ പകരുകയായിരുന്നു. ആരാ മോളെ വന്നത്? കൊല്ലത്ത് എൻ്റെ കൂടെ പഠിച്ച റിംസണാണമ്മേ. നിൻ്റെ കൂട്ടുകാരോ ആണെന്ന് തോന്നി, അതാ ഞാൻ പെട്ടെന്ന് ചായ ഇട്ടത്. കഴിക്കാൻ എന്താണ് കൊടുക്കണത്? ചായ മതിയമ്മേ, വേറൊന്നും വേണ്ട. അത് ശരിയല്ല മോളെ, കേക്ക് ഇരിപ്പുണ്ടല്ലോ, അത് കൊടുക്കാം. 3-4 കഷ്ണം കേക്ക് മുറിച്ചെടുത്ത് പത്മിനി ഒരു പ്ലേറ്റിൽ വെച്ചു. ദാ ഇത് കൊണ്ടുവാ, അമ്മ ചായ എടുക്കാം. പത്മിനിയുടെ പിന്നാലെ സ്വാതി കേക്കുമായി ചെന്നു. അപ്പോൾ സ്വീകരണ മുറിയിൽ ഇരുന്നു കൊണ്ട് റിംസണും ആദർശും സംസാരിക്കുന്നുണ്ടായിരുന്നു. കോട്ടയത്ത് ഞാൻ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു മാവി അവിടെ സംക്രാന്തിയിലാണ് താമസിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ നേഴ്സായിരുന്നു മാവി. എൻ്റെ വീട് ചുങ്കത്ത, ആദർശ് പറഞ്ഞു. ആ ഭാഗം പരിചയമില്ല, എന്നാലും കേട്ടിട്ടുണ്ട്. പത്മിനി 2 പേർക്കും ചായ കൊടുത്തു. സ്വാതി കേക്കിൻ്റെ പ്ലേറ്റ് ടീപ്പോയിൽ വെച്ചു. ചായ കുടിച്ചുകൊണ്ട് റിംസൺ അല്പനേരം കൂടി ഇരുന്നു. ശരി, ഇനി ഞാൻ ഇറങ്ങുക. പോസ്റ്റിംഗ് കിട്ടുമ്പോൾ വിളിക്കാം. ഇനി ഔട്ട്സൈഡ് കേരളയിലെ വേക്കൻസികൾ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. ഏത് ദുനിയാവിലാണേലും പോകും. റിംസൺ എഴുന്നേറ്റു. ശരി, ആദർശം എഴുന്നേറ്റു. നമ്പർ തന്നേക്ക്, ഒരു ഫ്ലാറ്റ് മേടിക്കണമെന്ന് തോന്നി വിളിക്കാമല്ലോ. സ്വാതി നോക്കി. ഗൂഢമായി ഒന്ന് ചിരിച്ചുകൊണ്ടാണ് അയാളത് പറഞ്ഞത്. അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ആദർശിൻ്റെ നമ്പർ മേടിക്കുന്നത് അതിനൊന്നുമല്ലെന്ന് അവൾക്ക് തോന്നി. ആദർശ് പറഞ്ഞു കൊടുത്ത നമ്പർ റിംസൺ അയാളുടെ മൊബൈലിൽ സേവ് ചെയ്തു. അപ്പോൾ ഇനിയും കാണാം. അയാളുടെ കൈ പിടിച്ച് കുലുക്കിയിട്ട് സ്വാതിയെയും പത്മിനിയോടും യാത്ര പറഞ്ഞ് റിംസൺ ബൈക്കിൽ കയറി ഓടിച്ചു പോയി. ഒരു കൊടുങ്കാറ്റ് വന്നിട്ട് പോയതുപോലെ തോന്നി സ്വാതിക്ക്. പക്ഷേ ഇത് വലിയ ഒരു ചുഴലിക്കാറ്റിൻ്റെ മുന്നോടിയാണോ എന്നവൾ ഭയക്കുകയും ചെയ്തു. ഈ റിംസൺ ഒരു പ്രത്യേക ടൈപ്പാ അല്ലേ? ആദർശ് അവളോട് ചോദിച്ചു. ചേട്ടന് അങ്ങനെ തോന്നിയോ? സംസാരം കേട്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നിയത്. ശരി, കോച്ചിങ് സെൻറ്ററിലെ ഒരു കഥാപാത്രമായിരുന്നു. അയാൾക്ക് കേരളത്തിന് വെളിയിൽ എവിടെയെങ്കിലും പോസ്റ്റിംഗ് കിട്ടണേ എന്ന് സ്വാതി ഉള്ളുരുകി പ്രാർത്ഥിച്ചു. ഒരു പ്ലേറ്റിൽ ചോറ് വിളമ്പി സാമ്പാർ ഒഴിച്ച് ബീൻസ് തോരനും കണ്ണിമാങ്ങ അച്ചാറും മീൻ പൊരിച്ചതുമായി യമുന ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് ചെന്നു. കൈ കഴുകിയിട്ട് ഗാഥ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കഴിക്കുമോളെ. യമുന അവളുടെ അടുത്ത് ഇരുന്നു. ഗാഥ മെല്ലെ ചോറ് കുഴിച്ച് കഴിക്കാൻ തുടങ്ങി. അവളുടെ മുഖം കണ്ടപ്പോൾ യമുനയ്ക്ക് വല്ലാതെ സങ്കടം അനുഭവപ്പെട്ടു. എത്രയോ നാളുകളായി അവളൊന്ന് ചിരിച്ചു കണ്ടിട്ട്. എപ്പോഴും ആലോചന, അല്ലെങ്കിൽ ദുഃഖഭാവം. അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. എന്താ മോളെ ആലോചിക്കുന്നേ? എങ്കിലും യമുന ചോദിച്ചു. ഒന്നുമില്ലമ്മേ. ഒന്നുമില്ലെന്ന് പറഞ്ഞാലും എനിക്കറിയാം മോളെ നിൻ്റെ വിഷമം. അവളൊന്നും മിണ്ടിയില്ല. ശ്യാം ഇന്ന് വിളിച്ചോ? ഇല്ല. അവനിങ്ങ് വന്നാൽ മതിയായിരുന്നു. അടുത്ത ആഴ്ച വരും അല്ലേ? അപ്പോഴാണ് യമുനയ്ക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. നിൻ്റെ ലീവിന് ആപ്ലിക്കേഷൻ കൊടുക്കണ്ടേ? അമ്മ ചെന്ന് ഡോക്ടറെ കണ്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് വരാം. പക്ഷേ നിന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് പോകണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്നോളാം. അമ്മ വെറുതെ പേടിക്കണ്ട. ആദർശിനോട് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചതിൽ നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? ഇല്ല. ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് തന്നെ പറയണം മോളെ. എല്ലാവർക്കും സന്തോഷമുള്ള കാര്യങ്ങൾ എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആദ്യം കുറച്ച് വിഷമം ഉണ്ടായെന്ന് വരും. പക്ഷേ അതിനേക്കാൾ വലിയ വിഷമം പിന്നീട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഗാഥ ഒന്നും പറയാതെ ചോറുണ്ടു. എന്നാലും എനിക്ക് പേടിയുണ്ട് മോളെ. 10 മാസം മുമ്പ് നീ പ്രസവിച്ചു എന്ന് അവർക്ക് തോന്നിയാൽ അങ്ങനെയും സംഭവിക്കാറുണ്ട്. എന്നാലും എനിക്ക് പേടിയില്ല. അമ്മ അതേക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടേണ്ട. ശാന്തവും ഉറച്ചതുമായ വാക്കുകളായിരുന്നു ഗാഥയുടേത്. മനസ്സിലാവാതെ യമുന അവളെ നോക്കി. മോളെ, നീ എന്താണ് ഉദ്ദേശിച്ചത്? മുക്കോളം മുങ്ങിയില്ലേ അമ്മേ? ഇനി കുളിച്ച് തന്നെ കയറണം. നിനക്കങ്ങനെ നിസ്സാരമായി പറയാം. പക്ഷേ ശ്യാമിൻ്റെയും അവൻ്റെ വീട്ടുകാരുടെയും കാര്യം. എൻ്റെ മനസ്സ്. താഴെ നിനക്കൊരു അനിയത്തിയുണ്ട്. എന്തു വന്നാലും നേരിടാമെന്നാണമ്മേ ഞാൻ പറഞ്ഞത്. വേറൊന്നുമല്ല. അമ്മ കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വാ. ഞാൻ ലീവ് ആപ്ലിക്കേഷൻ എഴുതി തരാം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സഹിതം ഇന്ന് തന്നെ അമ്മയത് പോസ്റ്റ് ചെയ്യണം. കൊണ്ടുചെന്ന് കൊടുക്കാൻ ആളില്ലല്ലോ. അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം യമുനയ്ക്ക് മനസ്സിലായി. ആദർശിനോട് പറഞ്ഞിരുന്നെങ്കിൽ അവൻ നേരിട്ട് അവളുടെ ഓഫീസിൽ കൊണ്ടുചെന്ന് കൊടുക്കുമായിരുന്നു. വേണ്ട, ഇനി അവനുമായുള്ള അടുപ്പം അവൾക്ക് വേണ്ട. 5-ാം മാസത്തിൽ അവളെ പ്രസവത്തിന് വിളിച്ചുകൊണ്ട് പോകണം. ഇനി ഇവിടുത്തെ താമസം വേണ്ട. മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് വരുമ്പോഴേക്കും വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ട്രാൻസ്ഫറിന് ശ്രമിക്കണം. അല്ലെങ്കിൽ ഈ വീട് മാറണം. ഊണ് കഴിച്ചിട്ട് ഗാഥ എഴുതി കൊടുത്ത ലീവിനുള്ള അപേക്ഷയുമായി യമുന വീട്ടിൽ നിന്നിറങ്ങി. ഗാഥ ചെന്ന് മുൻവാതിൽ പൂട്ടി. അവൾ സ്വീകരണ മുറിയിലെ സെറ്റിയിൽ ചെന്നിരുന്നു. കിടന്നു മടുത്തു. വീട്ടിൽ സാവധാനം നടക്കുന്നതിൽ തെറ്റില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. TV ഓൺ ചെയ്തെങ്കിലും ഒന്നും കാണാൻ അവൾക്ക് താല്പര്യം തോന്നിയില്ല. അപ്പോഴാണ് മൊബൈൽ ബെല്ലടിച്ചത്. അവൾ എഴുന്നേറ്റ് ബെഡ്റൂമിൽ ചെന്ന് ഫോൺ എടുത്തു. ശ്യാംകുമാറാണ് വിളിച്ചത്. എന്താ ചേട്ടാ? അവൾ കോൾ എടുത്തു. നീ എന്ത് ചെയ്യുകയായിരുന്നു? ചോറിനിട്ട് വെറുതെ ഇരിക്കുമായിരുന്നു. അമ്മ എന്തിയേ? അമ്മ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുന്നു. എന്തു പറ്റി? ആദ്യയോട് അയാൾ ചോദിച്ചു. ഒന്നുമില്ല ചേട്ടാ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മേടിക്കാനാണ്. അവൾ കാര്യം പറഞ്ഞു. ആദർശനോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. എന്തിനാ വെറുതെ അമ്മയെ കഷ്ടപ്പെടുത്തിയത്? അവർ സ്ഥലത്തില്ല ചേട്ടാ, നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. 2 ദിവസം മുമ്പേ അത് മേടിച്ചു കൊടുക്കാമായിരുന്നു. അത് സാരമില്ല ചേട്ടാ, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നിന്നെ തനിച്ചാക്കിയിട്ട് അമ്മയ്ക്ക് പോകേണ്ടി വന്നില്ലേ? അമ്മ ഓട്ടോയിലാണ് പോയത്, ഉടൻ വരും.
നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ഗാതെ? ഇല്ല ചേട്ടാ, വെറുതെ പേടിക്കണ്ട കേട്ടോ. എൻ്റെ ശരീരം മാത്രമേ ഉള്ളൂ ഇവിടെ, മനസ്സവിടെയാ, നമ്മുടെ കുഞ്ഞ്. അതിനൊരു ആപത്തും വരാതെ ഈ സമയത്ത് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവേണ്ടതല്ലേ? അതോർത്ത് വിഷമിക്കേണ്ട, മനഃപൂർവ്വമല്ലല്ലോ. തന്നെയുമല്ല, തക്ക സമയത്ത് സഹായം കിട്ടിയില്ല എനിക്ക്. എത്രയും വേഗം ചേട്ടൻ വന്നാൽ മതി. അടുത്ത വെള്ളിയാഴ്ച ട്രെയിനിങ് തീരും. രാത്രി 8:30 ഫ്ലൈറ്റിന് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. വെളുപ്പിനെ വീട്ടിലെത്താൻ കഴിയുമെന്ന് തോന്നുന്നു. അത് മതി, എൻ്റെ കാര്യമോർത്ത് ടെൻഷൻ അടിക്കല്ലേ. അങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു കാര്യത്തിനും ഒരിടത്തേക്കും പോവില്ല കാതെ. എന്നും നിൻ്റെ അടുത്ത് തന്നെ കാണും. അത് മതി, എനിക്കിപ്പോൾ വിഷമമൊന്നുമില്ല. ശരി, വയ്ക്കട്ടെ. ലഞ്ച് ബ്രേക്കിൻ്റെ സമയം തീരാറായി. ശരി ചേട്ടാ. അയാൾ കാൾ കട്ട് ചെയ്തു. അവൾ ഉയർത്തിവെച്ച തലയിണയിൽ ചാരി കിടക്കയിലിരുന്നു. ശ്യാംകുമാറും ആദർശും രണ്ടുപേരെയും അവൾക്ക് വേണമായിരുന്നു. രണ്ടുപേരും പ്രിയപ്പെട്ടവരാണ്. പക്ഷേ ഒരാളുടെ കൂടെയേ ജീവിക്കാൻ പറ്റൂ. ആദർശിൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചുകൊണ്ട് ശ്യാംകുമാറിൻ്റെ ഭാര്യയായി ജീവിക്കുന്നത് വഞ്ചനയാണ്. പക്ഷേ ഭർത്താവിനെ ഉപേക്ഷിച്ച് കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകാനും വയ്യ. മുന്നിലുള്ള ജീവിതം ദുസ്സഹമായിരിക്കും, അതുപോലെ തന്നെ അനിശ്ചിതത്വം നിറഞ്ഞതും. ആലോചിച്ചിരുന്ന ഗാഥ ഒന്ന് മയങ്ങി. കോളിംഗ് ബെൽ മുഴങ്ങുന്നത് കേട്ടുകൊണ്ടാണ് പിന്നെ അവൾ ഉണർന്നത്. എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നപ്പോൾ യമുനയാണ്. സർട്ടിഫിക്കറ്റ് കിട്ടി മോളെ. അതിൻ്റെ കോപ്പി എടുത്തിട്ട് സ്പീഡ് പോസ്റ്റിൽ അയക്കുകയും ചെയ്തു. അത് മതിയമ്മേ, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഓഫീസിലുള്ളവർ ചെയ്തോളും. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം മോളെ. യമുന അവരുടെ മുറിയിലേക്ക് പോയി. പിറ്റേന്ന് ഞായർ വൈകുന്നേരം ആദർശം സ്വാതിയും തിരിച്ചെത്തി. കാറിൽ നിന്നിറങ്ങിയ ആദർശ് നേരെ മുകളിലേക്ക് കയറിപ്പോയി. പക്ഷേ ഗാഥയെ കാണാൻ സ്വാതി ചെന്നു. ബാഗിൽ നിന്ന് ഒരു പൊതിയെടുത്ത് അവൾ ഗാഥയ്ക്ക് കൊടുത്തു. നെല്ലിക്കച്ചാറാണ്, അമ്മ ഉണ്ടാക്കിയതാ. കുറച്ച് ഗാഥയ്ക്കും ഞാൻ പ്രത്യേകം എടുപ്പിച്ചു. താങ്ക്സ് സ്വാതി. ഗാഥ പൊതിയഴിച്ചു നോക്കി. ഒരു കുപ്പി നിറയെ നല്ല ചുവപ്പ് നിറമുള്ള നെല്ലിക്കച്ചാർ. എരിവും പുളിയും ചവർപ്പുമൊക്കെ ഇപ്പോൾ നല്ല ഇഷ്ടമായിരിക്കുമെന്ന് എനിക്കറിയാം, സ്വാതി പറഞ്ഞു. ഇഷ്ടമാണ്, ഗാഥ പുഞ്ചിരിച്ചു. പക്ഷേ ഈ സ്നേഹം ഒരു പളുങ്കു പാത്രം പോലെ വീണുടയാൻ അരനിമിഷം പോലും വേണ്ട, അവൾ ഓർത്തു. ശ്യാംകുമാർ എന്നും വിളിക്കാറുണ്ടോ? സ്വാതി ചോദിച്ചു. എന്നും 2 തവണയെങ്കിലും വിളിക്കാറുണ്ട്. അടുത്ത ശനിയാഴ്ച രാവിലെ തിരിച്ചെത്തും. ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ, സാരമില്ല. അല്പനേരം കൂടി സംസാരിച്ചിരുന്നിട്ടാണ് സ്വാതി മുകളിലേക്ക് പോയത്. സൂട്ട് കേസിൽ നിന്ന് വസ്ത്രങ്ങൾ എടുത്ത് വയ്ക്കുകയായിരുന്നു അപ്പോൾ ആദർശ്. ഗാഥയ്ക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ഒഴുക്കമട്ടിൽ അയാൾ ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. പിറ്റേന്ന് സ്വാതി ബാങ്കിലിരുന്നപ്പോൾ അവളുടെ അടുത്തേക്ക് രശ്മിപ്രിയ കയറി വന്നു. ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസിലെ ഗാഥയുടെ സഹപ്രവർത്തക. മാഡം, എനിക്ക് പുതിയ പാസ്ബുക്ക് കിട്ടി. ചെക്ക് ബുക്ക് ഇന്നലെ പോസ്റ്റിൽ വന്നു. അക്കാര്യം പറയാൻ വേണ്ടി വന്നതാ ഞാൻ, സന്തോഷത്തോടെ അവൾ പറഞ്ഞു. ഗുഡ്. ഇനി ബാങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വന്നാൽ കണ്ടിട്ടേ പോകാവൂ. വരാം മാഡം. പിന്നെ അന്നൊരു ദിവസം ഗാഥയുടെ കാര്യം ചോദിച്ചിരുന്നില്ലേ? ഉവ്, ഞാൻ ആ കുട്ടിയെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. അതെയോ? രശ്മി ഇരിക്കൂ, താല്പര്യപൂർവ്വം സ്വാതി ക്ഷണിച്ചു. രശ്മി പ്രിയ എതിരെയുള്ള കസേരയിലിരുന്നു. ഒരാവശ്യത്തിന് വേണ്ടി ഇന്നലെ ഫൗസിയ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഗാഥയും ഫൗസിയയും കൂട്ടുകാരികളും റൂംമേറ്റ്സുമായിരുന്നല്ലോ. ഗാഥയുടെ ലവറിനെക്കുറിച്ച് ഞാൻ കാര്യങ്ങൾ ചോർത്തിയെടുത്തു. ഉവോ, സ്വാതി അത്ഭുതപ്പെട്ടു. അതെ, ആൾ കോട്ടയത്തുകാരനാ. എറണാകുളത്ത് അപ്പാർട്ട്മെൻ്റ് ഉണ്ടാക്കുന്ന കമ്പനിയിൽ എഞ്ചിനീയറാണ്. സ്വാതിയുടെ നെറ്റി പെട്ടെന്ന് ചുളഞ്ഞു. ഫ്ലാറ്റുകൾ നിർമ്മിക്കുന്ന? അതെ, കൊച്ചിൻ ബിൽഡേഴ്സ് എന്ന കമ്പനിയിലാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. പേര് ആദർശ് എന്നാണ്. കേട്ടത് വിശ്വസിക്കാനാവാതെ രശ്മിപ്രിയയുടെ മുഖത്തേക്ക് തന്നെ നോക്കി സ്വാതി ഇരുന്നു. സ്വാതിയുടെ മുഖത്തെ ഭാവമാറ്റം കണ്ടപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് രശ്മിപ്രിയയ്ക്ക് തോന്നി. എന്താ മാഡം, എന്തു പറ്റി? അവൾ സംശയത്തോടെ സ്വാതിയെ നോക്കി. ഏയ്, ഒന്നുമില്ല രശ്മി. ഞാൻ പെട്ടെന്ന് വേറെന്തോ ഓർത്തുപോയി, വെളറിയ മുഖത്തോടെ സ്വാതി പറഞ്ഞു. ഞാൻ വിചാരിച്ചു മാഡത്തിന് ഈ ആദർശിനെ അറിയാമോ? എനിക്കോ? ഏയ് ഇല്ല, ഗാഥയെ പോലും എനിക്കറിയില്ല. പറഞ്ഞു കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ. ഫൗസിയ അവരെ പറ്റി പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി മാഡം. രണ്ടുപേരും തമ്മിൽ വലിയ സ്നേഹമായിരുന്നു. പെണ്ണ് കാണൽ വരെ നടന്നതാ. പക്ഷേ വീട്ടുകാർ തമ്മിലുള്ള എന്തോ പ്രശ്നം കാരണമാണ് കല്യാണം നടക്കാതെ പോയത്, രശ്മിപ്രിയ പറഞ്ഞു. ശരീരം തളരുന്നത് പോലെ തോന്നി സ്വാതിക്ക്. എത്ര ഗൂഢമായ ഒരു നാടകമാണ് ആ വീട്ടിൽ സമർത്ഥമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാമുകനും കാമുകനിൽ നിന്ന് ഗർഭം ധരിച്ച കാമുകിയും ഒരേ വീടിൻ്റെ താഴത്തെ നിലയിലും മുകളിലത്തെ നിലയിലുമായി താമസിക്കുന്നു. കാമുകിയുടെ എല്ലാം അറിയാവുന്ന അമ്മ കൂട്ടിനും. നാടകത്തിലെ വിഡ്ഢിവേഷം കെട്ടിയിരിക്കുന്നത് സ്വാതി എന്ന പാവം ഭാര്യ അല്ല, ഒരാൾ കൂടിയുണ്ട്. കാമുകിയുടെ പാവം ഭർത്താവ് ശ്യാംകുമാർ. സ്ത്രീധനമായിരുന്നോ കല്യാണം നടക്കാതെ പോയതിൻ്റെ കാരണം? പെട്ടെന്ന് സ്വാതി ചോദിച്ചു. അല്ല മാഡം, മറ്റെന്തോ ആണ്. അതൊന്നും ഫൗസിയെ വിട്ട് പറഞ്ഞില്ല. ഗാഥയുടെ കൂട്ടുകാരിയല്ലേ, അവൾക്ക് നാണക്കേടുണ്ടാക്കുന്ന എന്തെങ്കിലും പറയുമോ? സ്വാതി മെല്ലെ തലകുലുക്കി. പക്ഷേ അവളുടെ ഹൃദയം എരിത്തിയിലായിരുന്നു. ശരീരത്തിൽ നിന്ന് ശക്തി മുഴുവൻ ചോർന്നു പോയിരുന്നു. ശരി രശ്മി, സമയം കിട്ടുമ്പോൾ വരൂ, അവളെ ഒഴിവാക്കാനായി സ്വാതി പറഞ്ഞു. വരാം മാഡം. അവൾ എഴുന്നേറ്റ് പോയി. കൈവിരലുകൾ വിറയ്ക്കുന്നത് കാരണം സ്വാതിക്ക് പേന നേരെ പിടിക്കാൻ കഴിഞ്ഞില്ല. കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കുമ്പോൾ കാഴ്ച മങ്ങുന്നു. അവൾ വളരെ പ്രയാസപ്പെട്ട് എഴുന്നേറ്റ് ഉമാദേവിയുടെ അടുത്തേക്ക് ചെന്നു. അവർ മുഖമുയർത്തി അവളെ നോക്കി. എന്താ സ്വാതി, സുഖമില്ലേ? അവളുടെ നിൽപ്പ് കണ്ട് പെട്ടെന്ന് ഉമാദേവി ചോദിച്ചു. ഒരു തലച്ചുറ്റൽ പോലെ. വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല, ക്ഷീണിതമായ സ്വരത്തിൽ അവൾ പറഞ്ഞു. ഉമാദേവി എഴുന്നേറ്റ് അവളുടെ കയ്യിൽ പിടിച്ചു. അവർ അവളെ ഡൈനിങ് റൂമിലെ കസേരയിൽ കൊണ്ടു ചെന്നിരുത്തി. സ്വാതിക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? അവർ ചോദിച്ചു. ചോദ്യത്തിൻ്റെ അർത്ഥം അവൾക്ക് മനസ്സിലായില്ല. അവൾ അവരെ പകച്ചു നോക്കി. അല്ല, ഛർദ്ദിക്കാനോ മറ്റോ തോന്നുന്നുണ്ടോ?
അവൾ അറിയാതെ ഒന്ന് ഞെട്ടി. ഈശ്വര, അത് വല്ലതുമായിരിക്കുമോ? വേണമെങ്കിൽ സംശയിക്കാൻ കാരണങ്ങളുണ്ട്, പക്ഷേ അതല്ല. ഇത് രശ്മിപ്രിയ തന്നിട്ട് പോയ ഷോക്കിൻ്റെ ഫലമാണ്. ഇല്ല. സ്വാതി നിഷേധാർത്ഥത്തിൽ തലയാട്ടി. ഹോസ്പിറ്റലിൽ പോയാലോ? വേണ്ട ചേച്ചി, അല്പനേരം കഴിയുമ്പോൾ മാറും. സാരമില്ല. എങ്കിൽ കുറച്ച് വെള്ളം കുടിക്കേ. ഗ്ലാസ്സിൽ കുറച്ച് തണുത്ത വെള്ളമെടുത്ത് ഉമാദേവി അവൾക്ക് കൊടുത്തു. അവൾ അത് വാങ്ങി കുടിച്ചു. ഇനി സ്വസ്ഥമായിട്ട് കുറച്ച് നേരം ഇരിക്കേ, ഞാൻ പിന്നെ വരാം. ശരി ചേച്ചി. വീട്ടിലേക്ക് പോകണമെങ്കിൽ ഞാൻ ആരെങ്കിലും കൂട്ടി വിടാം. വേണ്ട, പോകണമെന്നില്ല. ഉമാദേവി അവരുടെ സീറ്റിലേക്ക് മടങ്ങി. സ്വാതി മേശപ്പുറത്ത് തലവെച്ച് കിടന്ന് കണ്ണുകളടച്ചു. ഓർത്തപ്പോൾ അവൾക്ക് എല്ലാം മനസ്സിലായി. ഗാഥയുടെ കല്യാണം കഴിഞ്ഞ ശേഷവും ആദർശ് ചേട്ടനുമായി ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ താമസിക്കുന്ന ഇരുനില വീടിൻ്റെ മുകളിലത്തെ ഭാഗം ഒഴിഞ്ഞു കിടന്നത് അറിഞ്ഞത്. തനിക്ക് ഇടപ്പള്ളിയിലേക്ക് തന്നെ പോസ്റ്റിംഗ് കിട്ടിയതിൻ്റെ പിന്നിൽ ആദർശ് ചേട്ടൻ്റെ കൈയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ മുകളിലത്തെ നിലയിൽ താമസിക്കാൻ പറ്റിയത്. പിന്നെ എല്ലാം വളരെ സൗകര്യമായി. ഒന്നാന്തര കൗശലക്കാരനാണ് ആദർശ് ചേട്ടൻ. മുകളിൽ താമസിച്ചുകൊണ്ട് താഴെയുള്ള കാമുകിക്ക് സകല സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു. അവളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അവളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നു. അവൾക്ക് വേണ്ടതൊക്കെ മേടിച്ചു കൊടുക്കുന്നു. ശ്യാം ചേട്ടൻ ട്രെയിനിങ്ങിന് പോയത് സൗകര്യമായി. പാവം ശ്യാം ചേട്ടൻ ഇതൊന്നും അറിയുന്നതേയില്ല. അല്പനേരം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ സ്വാതിയുടെ മനസ്സ് അല്പമൊന്ന് ശാന്തമായി. വിവാഹത്തിന് മുമ്പ് തനിക്ക് മുമ്പുണ്ടായിരുന്നില്ലേ ഒരു പ്രണയം? അപ്പോൾ പിന്നെ എങ്ങനെ ആദർശ് ചേട്ടനെ കുറ്റപ്പെടുത്തും? പക്ഷേ അവരുടേത് അതിരുവിട്ട പ്രണയമായിരുന്നു. തൻ്റേത് അങ്ങനെയായിരുന്നില്ലല്ലോ. തൽക്കാലം ഒന്നും അറിഞ്ഞതായി നടിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. കാര്യങ്ങൾ എങ്ങനെ നീങ്ങുന്നുവെന്ന് അറിയാമല്ലോ. സ്വാതി ബാത്റൂമിൽ ചെന്ന് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി. നിലക്കണ്ണാടിയിൽ നോക്കിയപ്പോൾ വിളറിയ മുഖമാണ് കണ്ടത്. ഇനി മനസ്സമാധാനമില്ലാത്ത ദിനങ്ങളാണ്. പക്ഷേ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം. സത്യങ്ങൾ അവരെ കൊണ്ട് തന്നെ പറയിക്കണം. അവൾ വീണ്ടും സീറ്റിലേക്ക് ചെന്നു. ഉമാദേവി തലതിരിച്ച് അവളെ നോക്കി. ഇപ്പോഴെങ്ങനെയുണ്ട്? അവൾ തിരക്കി. കുഴപ്പമില്ല ചേച്ചി, ഇപ്പോൾ എല്ലാം നോർമലായി. ഞാൻ സംശയിച്ചതൊന്നുമല്ലല്ലോ? അല്ല. ഉറപ്പിച്ച് പറയണ്ട. ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാ. അവൾ വെറുതെ മൂളി. അന്ന് വൈകുന്നേരവും ബാങ്കിൽ നിന്ന് ഇറങ്ങാൻ സമയമായപ്പോൾ അവൾ ആദർശിനെ വിളിച്ചു. ഫ്രീ ആണോ ഇപ്പോൾ? അതെന്താ പതിവില്ലാത്തൊരു ചോദ്യം? ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണെന്ന് നിനക്കറിയില്ലേ? അല്ല, ഇപ്പോൾ വേറൊരു ഡ്യൂട്ടി കൂടി ഉണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അവൾ അർത്ഥം വെച്ച് പറഞ്ഞു. എന്ത് ഡ്യൂട്ടി? കൂട്ടുകാരൻ്റെ ഗർഭിണിയായ ഭാര്യയ്ക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. സ്വാതി, അയാളുടെ സ്വരത്തിലെ അരിശം അവൾക്കറിയാൻ കഴിഞ്ഞു. ഞാൻ ശരിയല്ലേ പറഞ്ഞത്? കളിയാക്കിയതോ പരിഹസിച്ചതോ അല്ല. കൂട്ടുകാരൻ്റെ അഭാവത്തിൽ അയാളുടെ വീട്ടിലെ ആവശ്യങ്ങൾ കൂടി സാധിച്ചു കൊടുക്കുന്നത് തെറ്റേ അല്ല. അതൊരു നന്മ തന്നെയാണ്. പക്ഷേ നിന്റെ സംസാരത്തിൻ്റെ ടോൺ അങ്ങനെയായിരുന്നില്ലല്ലോ. ആദർശ് ചേട്ടന് എന്തോ കുറ്റബോധമുണ്ട്. അതുകൊണ്ടാണ് ഈ സംശയം. മതി വാദിച്ചത്. ഞാൻ വരണോ? വന്നോളൂ, ഞാൻ ഇറങ്ങാൻ റെഡിയായി നിൽക്കുകയാണ്. കോൾ കട്ട് ചെയ്തിട്ട് അവൾ ബാഗ് എടുത്തു ബാങ്കിൽ നിന്ന് വെളിയിൽ വന്നു നിന്നു. ഓഫീസർമാർ പോയി കഴിഞ്ഞിരുന്നു. ഇനി അവിടെ കുത്തിയിരുന്നാൽ സെക്യൂരിറ്റി സ്റ്റാഫിന് ബുദ്ധിമുട്ടാകും. അവർക്ക് ലൈറ്റുകളും ഫാനുകളും ഓഫ് ചെയ്യാൻ വേണ്ടി പിന്നെയും കാത്തു നിൽക്കേണ്ടി വരും. അധികം വൈകാതെ ആദർശിൻ്റെ കാർ വന്ന് അവളുടെ അടുത്ത് നിന്നു. അവൾ ചെന്ന് ഫ്രണ്ട് ഡോർ തുറന്ന് കാറിൽ കയറി. കടയിൽ നിന്ന് എന്തെങ്കിലും മേടിക്കാനുണ്ടോ? കാർ മുന്നോട്ടെടുത്തുകൊണ്ട് അയാൾ ചോദിച്ചു. ഒന്നും വേണ്ട. വേറെ ആർക്കെങ്കിലും വല്ലതും മേടിക്കാനുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് മതി. എന്താ സാധി അർത്ഥം വെച്ച് സംസാരിക്കുന്നേ? അയാൾക്ക് ഈർഷ്യ തോന്നി. അർത്ഥം വെച്ചല്ല ആദർശ് ചേട്ടാ. താഴത്തെ നിലയിൽ താമസിക്കുന്ന വീട്ടുകാർ വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ മേടിച്ചിട്ട് പോയാൽ മതി ആദർശ് ചേട്ടാ. ഉള്ളിൽ നിന്ന് പതഞ്ഞുയർന്ന കോപം അയാൾ കടിച്ചമർത്തി. ഗാഥയ്ക്ക് എങ്ങനെയുണ്ട്? പിന്നെ പ്രോബ്ലമൊന്നും ഉണ്ടായില്ലേ? അതുവഴിയല്ലേ നമ്മൾ തിരിച്ചു പോകുന്നത്? കയറി ചോദിച്ചു നോക്കണം. അവൾക്ക് മുഖം കൊടുക്കാതെ അയാൾ പറഞ്ഞു. ഗാഥയുടെ കാര്യം പറയുമ്പോൾ ആദർശ് ചേട്ടൻ എന്താ ഒരു ഇഷ്ടക്കേട്? നേരത്തെ അങ്ങനെ അല്ലായിരുന്നല്ലോ. എനിക്ക് ഈ വിഷയം സംസാരിക്കാൻ ഒരു താല്പര്യവുമില്ല. വേറെന്തെങ്കിലും പറ. എനിക്ക് താല്പര്യമുള്ള വിഷയം സംസാരിക്കാനേ എനിക്കറിയൂ. ആദർശ് പിന്നെ ഒന്നും മിണ്ടിയില്ല. വീട്ടിൽ ചെന്ന് സാധാരണ പാർക്ക് ചെയ്യാറുള്ള സ്ഥലത്ത് ചെന്ന് കാർ നിന്നു. സ്വാതിയാണ് കാറിൽ നിന്ന് ആദ്യം ഇറങ്ങിയത്. ഞാൻ ഗാഥയെ ഒന്ന് കണ്ടിട്ട് വരാം, അവൾ പറഞ്ഞു. ആദർശ് ഒന്നും മിണ്ടിയില്ല. അല്ലെങ്കിൽ വേണ്ട, രാത്രിയിൽ ചെന്ന് ശല്യപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. രാവിലെ ചെന്ന് വിശേഷങ്ങൾ ചോദിക്കാം. ആദർശിൻ്റെ പിന്നാലെ അവൾ സ്റ്റെയർ കേസ് കയറി ചെന്നു. കൂട്ടുകാരുടെ ട്രെയിനിങ് എന്നാണ് തീരുന്നത്? അയാൾ താക്കോലെടുത്ത് വാതിൽ തുറക്കുമ്പോൾ അവൾ ചോദിച്ചു. ഏത് കൂട്ടുകാരൻ്റെ? ശ്യാംകുമാറിൻ്റെ? അറിയില്ല. അത് കള്ളം. താഴെയുള്ളവരിൽ ഒരു കണ്ണ് വേണമെന്ന് കൂട്ടുകാരെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. സ്വാതി, നിനക്ക് എന്തിൻ്റെ അസുഖമാണ്? സഹിക്കട്ടെ, അയാൾ ശബ്ദമുയർത്തി. സത്യത്തിൽ എനിക്ക് തന്നെ അറിയില്ല എന്താണ് അസുഖമെന്ന്. പക്ഷേ ഒന്നറിയാം, അനുഭവിച്ച് തീർക്കാതെ പറ്റില്ലെന്ന്. അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം ആദർശിന് മനസ്സിലായില്ല. പക്ഷേ അവൾ എന്തോ ഉള്ളിൽ ഒതുക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നാതിരുന്നില്ല. ഭക്ഷണം കഴിച്ച് അടുക്കള ജോലികൾ തീർത്ത് സ്വാതി കിടപ്പുമുറിയിൽ ചെന്നപ്പോൾ ആദർശ് എന്തോ ചിന്തയിലാണ്ട് കിടക്കുകയായിരുന്നു. കരയുള്ള മുണ്ടോ ഹാഫ് ഷർട്ടുമായിരുന്നു അയാളുടെ വേഷം. കണ്ടാൽ സുന്ദരൻ തന്നെയാണ്. പക്ഷേ എന്താ ഒരു ആലോചന? അവൾ ചോദിച്ചു. നിനക്കിന്ന് എന്ത് പറ്റി എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. എന്നെ ഏതോ ഭൂതം ആവേശിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നീ എന്തൊക്കെയോ പുലമ്പുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നുമില്ല.
ഭൂതകാലത്തിൻ്റെ ഭൂതമാണ് എന്നെ ആവേശിച്ചിരിക്കുന്നത്. ആ ഭൂതമാണ് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുന്നത്. എനിക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അതുമാത്രമേ എനിക്കറിയൂ. ആദർശ് അവളെ ഒന്ന് നോക്കി. ഒരു പക്ഷേ എന്തെങ്കിലും തുമ്പ് കിട്ടിക്കാണുമോ അവൾക്ക്? എങ്കിൽ ഇന്നിവിടെ ഒരു ഭൂകമ്പം ഉണ്ടാക്കിയേനെ. ഏതെങ്കിലും ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമാണോ? എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ബാങ്കിൽ നിനക്ക് ആവശ്യത്തിലധികം ടെൻഷൻ കിട്ടുന്നുണ്ടോ സ്വാതി? അതെ, ഈ ടെൻഷൻ എനിക്ക് ബാങ്കിൽ നിന്ന് കിട്ടിയതാണ്. അതിൽ നിന്ന് ഇപ്പോഴും ഞാൻ മോചിതയായിട്ടില്ല. വന്ന് എൻ്റെ അടുത്ത് കിടക്ക്. കുറേ കഴിയുമ്പോൾ നീ റിലാക്സ്ഡ് ആകും. എന്തിനാണ് അയാൾ ക്ഷണിക്കുന്നതെന്ന് സ്വാതിക്ക് മനസ്സിലായി. അവൾ അയാളെ ഒന്ന് നോക്കി. ഗാഥയെ പുണർന്ന കൈകളാണവ. ഗാഥയെ ചുംബിച്ച ചുണ്ടുകളാണ്. ഗാഥയെ വലിച്ച് അടുപ്പിച്ച് ചേർത്ത നെഞ്ചാണ്. ഗാഥയെ അവൾക്ക് മനം പുരട്ടി വന്നു. ലൈറ്റ് അണച്ചേക്ക്. അയാളെ സ്പർശിക്കാതെ അവൾ കിടക്കയുടെ ഒരറ്റത്ത് കിടന്നു. അയാൾ കൈനീട്ടി ബെഡ്റൂം ലാമ്പിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തു. മുറിയിലെ വെളിച്ചം അണഞ്ഞു. ആദർശിൻ്റെ കൈകൾ ഇരുട്ടിൽ തന്നെ തേടി വരുമോ എന്ന് സ്വാതി ഭയപ്പെട്ടു. പക്ഷേ വന്നില്ല. അവൾ ഉറക്കം വരാതെ കണ്ണീരൊഴുക്കി കിടന്നു. മൊബൈൽ ബെല്ലടിച്ചപ്പോൾ ഗാഥ ചെന്ന് അതെടുത്ത് നോക്കി. ഫൗസിയാണ് വിളിച്ചത്. ഫൗസി. അവൾ ആഹ്ലാദത്തോടെ കോളെടുത്തു. ഞാനിപ്പോൾ എവിടെയാണെന്നറിയാമോ? ഫൗസിയെ ചോദിച്ചു. ഓഫീസിലല്ലേ? അല്ല, ഇടപ്പള്ളി ജംഗ്ഷനിൽ നിൽക്കുന്നു, ബസ് സ്റ്റോപ്പിൽ. എന്തിനാ അവിടെ? ആശ്ചര്യത്തോടെ ഗാഥ ചോദിച്ചു. ഇന്ന് ലീവാണ്. മഞ്ഞമ്മൽ പള്ളിയിൽ വെച്ച് ഒരു കല്യാണം ഉണ്ടായിരുന്നു, ഒരു കസ്റ്റമറുടെ മോളുടെ. നീ അറിയും, നമ്മുടെ സക്രിയ ഫിലിപ്പിൻ്റെ. ഗാഥയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. സക്രിയ ഫിലിപ്പിൻ്റെ ഭാര്യ ഫൗസിയയുടെ നാട്ടുകാരിയാണ്. അവർ തമ്മിൽ അത്തരത്തിൽ ഒരു അടുപ്പവുമുണ്ട്. എന്നിട്ടെന്തിനാ ഇടപ്പള്ളിയിൽ വന്ന് നിൽക്കുന്നത്? നിനക്കൊരു സർപ്രൈസ് തരാൻ. പറ, നിൻ്റെ വീട്ടിലേക്കുള്ള വഴി ഓട്ടോക്കാരെ കൊണ്ടുവിടുമല്ലോ. നീ ഒരു ഓട്ടോയിൽ കയറിയിട്ട് അയാൾക്ക് മൊബൈൽ കൊടുക്കുക, ഞാൻ പറഞ്ഞു കൊടുക്കാം. ഫൗസിയ അതുപോലെ തന്നെ ചെയ്തു. വീട്ടിലേക്കുള്ള കൃത്യമായ വഴി ഗാഥ അയാൾക്ക് പറഞ്ഞു കൊടുത്തു. അമ്മേ, ഫൗസിയ വരുന്നുണ്ട് ഇങ്ങോട്ട്, അവൾ യമുനയെ വിളിച്ച് പറഞ്ഞു. അന്ന് നിൻ്റെ കല്യാണത്തിന് വീട്ടിൽ വന്ന കുട്ടിയല്ലേ മോളെ? യമുനയ്ക്ക് ഓർമ്മ വന്നു. അതെ, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾ ഹോസ്റ്റലിൽ ഒരേ റൂമിലായിരുന്നു താമസം. അല്പനേരം കഴിഞ്ഞപ്പോൾ വീടിന് മുമ്പിൽ വന്നു നിന്ന ഓട്ടോയിൽ നിന്ന് ഫൗസി ഇറങ്ങി. അവൾ അത്ഭുതത്തോടെ ആ ഇരുനില വീട് നോക്കി നിന്നു. കാണാൻ ഭംഗിയുള്ള ഒരു കെട്ടിടം. വീടുണ്ടാക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം. അവൾ ചെന്ന് കോളിംഗ് ബെൽ അമർത്തി. യമുനയാണ് ചെന്ന് വാതിൽ തുറന്നത്. ഫൗസിയെ പെട്ടെന്ന് അവരെ തിരിച്ചറിഞ്ഞു. അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കരുതി തിരിച്ചു പോയി കാണുമെന്ന്. അങ്ങനെ അങ്ങ് ഇട്ടേച്ച് പോകാൻ പറ്റുമോ? അവളുടെ ലീവ് തീരുന്നവരെ ഇവിടെ നിൽക്കണമെന്നാണ് മോളുടെ ആഗ്രഹം. അത് വേണമേ. മക്കളുടെ കാര്യത്തിൽ സ്വന്തം അമ്മയ്ക്കുള്ള കരുതൽ വേറെ ആർക്കെങ്കിലും കാണുമോ? മോൾ വാ, ഗാഥ കാത്തിരിക്കുകയാണ്. സംസാരം കേട്ട് ഗാഥ അവളുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു. കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നു വന്ന് നിന്നെ ഒന്ന് കാണണമെന്ന്. ഇന്നാണ് അത് സാധിച്ചത്. എങ്ങനെയുണ്ട് ഇപ്പോൾ? സുഖമായിരിക്കുന്നു. ഇനി അടുത്ത ആഴ്ച ചെക്കപ്പിന് പോകണം. അത് കഴിഞ്ഞ് ഓഫീസിൽ പോകുന്ന കാര്യം ഡോക്ടർ പറയൂ. ഗാഥ പറഞ്ഞു. അത് മതി, വെറുതെ റിസ്ക് എടുക്കണ്ട. വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും നിനക്ക് ഇത്തിരി വെയിറ്റ് കൂടിയതുപോലെ. വെറുതെ ഇരിക്കുമല്ലേ ഇവിടെ. പിന്നെ അമ്മയുടെ നിർബന്ധിച്ചുള്ള ആഹാരവും. വണ്ണം വയ്ക്കാതിരിക്കുമോ? നിങ്ങളിരുന്ന് സംസാരിക്കുക, ഞാൻ ചായ എടുക്കാം. യമുന അടുക്കളയിലേക്ക് പോകാൻ ഒരുങ്ങി. ബിരിയാണി കഴിച്ചിട്ട് വരുവാണമ്മേ. ഇപ്പം ചായയൊന്നും വേണ്ട, പോകുമ്പോൾ മതി, ഞാൻ പറയാം. ശരി മോളെ. യമുന അവരുടെ മുറിയിലേക്ക് പോയി. ഓഫീസിലെ വിശേഷങ്ങൾ പറ ഫൗസി, ഗാഥ ആവശ്യപ്പെട്ടു. അവിടെ എന്ത് വിശേഷം? എല്ലാം പതിവ് പോലെ നടക്കുന്നു. നിൻ്റെ ലീവ് ആപ്ലിക്കേഷൻ കിട്ടി. അത് ഹെഡ് ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അതിരിക്കട്ടെ, നിൻ്റെ ഹസ്ബൻഡിൻ്റെ ട്രെയിനിങ് എന്ന് തീരും? ഈ ആഴ്ച അവസാനം ഷാൻചേട്ടൻ വരും. ഈ സമയത്ത് നീ ഒറ്റയ്ക്ക് വല്ലാതെ പേടിച്ചു അല്ലേ? പിന്നില്ലേ. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല. താഴത്തെ നിലയിൽ മാത്രമേ ഉള്ളൂ ആൾ താമസം? ഫൗസിയ ചോദിച്ചു. അല്ല, മുകളിലും ഒരു ഫാമിലി ഉണ്ട്. അത് ആരാണെന്ന് അറിഞ്ഞാൽ നീ ഞെട്ടും. ആരാണ്? ആകാംക്ഷയുടെ ഫൗസിയ അവളുടെ മുഖത്തേക്ക് നോക്കി. ആദർശും വൈഫും. ഫൗസിയ ഞെട്ടുക തന്നെ ചെയ്തു. സത്യമാണോ നീ പറയുന്നത്? ആദ്യം ഞങ്ങൾ വന്നു, 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവരും വന്നു. നിങ്ങൾ തമ്മിൽ കണ്ടോ? യാദൃശ്ചികമായിട്ട്. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഫാമിലി ഫ്രണ്ട്സാണ്. അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗാഥ. ആദർശ് എന്നെ കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലായിരുന്നെങ്കിൽ ആ രാത്രി തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടേനെ. ആദർശിനെ നിൻ്റെ അമ്മയ്ക്ക് അറിയാമല്ലോ. പിന്നെ അറിയില്ലേ, ഇവിടെ വന്ന് കണ്ടപ്പോൾ അമ്മ ഞെട്ടിപ്പോയി. ഇവിടുന്ന് എത്രയും വേഗം താമസം മാറി പോകണമെന്ന് പറഞ്ഞിരിക്കുകയെ അമ്മ. അതാണ് സേഫ്. പരസ്പരം എന്നും കാണാനുള്ള അവസരമുണ്ടായാൽ അതിൽ അപകടമുണ്ട് ഗാഥ. എനിക്കറിയാം. ഇതിൽ കൂടുതൽ അപകടം ഇനി എന്താണ് സംഭവിക്കാനുള്ളത്? ഗാഥ പറഞ്ഞതിൻ്റെ അർത്ഥം ഫൗസിയയ്ക്ക് മനസ്സിലായില്ല. ഗാഥ തുറന്ന് പറഞ്ഞതുമില്ല. നമ്മുടെ ബ്രാഞ്ചിലുണ്ടായിരുന്ന രശ്മി പ്രിയ 2 ദിവസം മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. നിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഫൗസിയ പറഞ്ഞു. അതെന്തിനാ? അറിയില്ല. നിൻ്റെ മാരേജിന് അവളെ ഇൻവൈറ്റ് ചെയ്തില്ലേ? ഇല്ല, മറന്നു. നിൻ്റെ മാരേജ് കഴിഞ്ഞോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞെന്ന്. ആദർശാണോ കല്യാണം കഴിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ലെന്ന്. അവളിപ്പോൾ ഇടപ്പള്ളി ബ്രാഞ്ചിലല്ലേ? അതെ. ട്രാൻസ്ഫർ ആയി പോയതുകൊണ്ടാണ് അവളെ വിട്ടുപോയത്. ഫൗസിയ കുറേ നേരം സംസാരിച്ചിരുന്നു. യമുന ഉണ്ടാക്കി കൊടുത്ത ചായയും കുടിച്ചിട്ടാണ് അവൾ പോയത്. അന്ന് വൈകുന്നേരം സ്വാതി ബാങ്കിൽ നിന്ന് പതിവില്ലാതെ നേരത്തെ വന്നു. ആദർശ് മുറിയിലേക്ക് പോയെങ്കിലും ഗാഥയെ കാണാനായി അവൾ കയറി ചെന്നു. ഇന്നലെ വരണമെന്ന് വിചാരിച്ചതാ, വന്നപ്പം ലേറ്റായി. രാവിലെ സമയവും കിട്ടാറില്ല, അവൾ പറഞ്ഞു. രാവിലെ ഒരു തിരക്കല്ലേ, നടക്കത്തില്ല മോളെ, യമുന പറഞ്ഞു. ഗാഥയുടെ ലീവ് തീരാറായില്ലേ?
ഒരാഴ്ച കൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ ഡോക്ടറെ കണ്ടിട്ട് വേണം ലീവ് നീട്ടണമെന്ന് തീരുമാനിക്കാൻ, ഗാഥ പറഞ്ഞു. ഇങ്ങോട്ടെങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടത്തില്ലേ? യാത്ര കുറയ്ക്കാമായിരുന്നല്ലോ, സ്വാതി ചോദിച്ചു. ഉടനെ പ്രയാസമാണ്. വേക്കൻസി ഉണ്ടെങ്കിൽ കിട്ടിയാനെ. ഗാഥയുടെ ഒരു പഴയ കൂട്ടുകാരി ഇന്ന് ബാങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യിക്കാൻ. നിങ്ങളുടെ ബ്രാഞ്ചിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാഫാണ്. അതാരാ? ഗാഥ ചോദിച്ചു. ഇപ്പം ഇടപ്പള്ളി ബ്രാഞ്ചിലാണ്. രശ്മിപ്രിയ എന്നാണ് പേര്. ഗാഥയെ അറിയാമെന്ന് പറഞ്ഞു. ഗാഥയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടാണ് സ്വാതി അത് പറഞ്ഞത്. അവൾ ഞെട്ടിയതും മുഖം വിളറി വെളുത്തതും ക്രൂരമായ ഒരു തരം ആനന്ദത്തോടെ സ്വാതി കണ്ടു. സ്വാതി പറഞ്ഞത് കേട്ട് ഗാഥ സ്തബ്ധയായിരുന്നു. ആദർശിനെ രശ്മി കണ്ടിട്ടുണ്ട്. ആദർശ് താനും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് ഓഫീസിൽ എല്ലാവർക്കും അറിയാമായിരുന്നതുപോലെ അവൾക്കും അറിയാം. ആദർശിനെക്കുറിച്ച് അവൾ എന്തെങ്കിലും സ്വാതിയോട് പറഞ്ഞു കാണുമോ? അറിയാതെ ഗാഥയുടെ നാവ് വരണ്ടു. ഒരക്ഷരം പോലും സംസാരിക്കാനാവാതെ അവളിരുന്നു. രശ്മിപ്രിയ വേറൊരു കാര്യം കൂടി എന്നോട് പറഞ്ഞു. സ്വാതി അടുത്ത കത്തിയെടുത്തു. എന്താണ്? വിറയ്ക്കുന്ന സ്വരത്തിൽ ഗാഥ ചോദിച്ചു. പക്ഷേ ഒറ്റ കുത്തിന് അവളെ കൊല്ലേണ്ട എന്നായിരുന്നു സ്വാതിയുടെ തീരുമാനം. ഗാഥയ്ക്കൊരു പ്രേമമുണ്ടായിരുന്നു എന്ന് ഒന്ന് മൂളാൻ പോലും കഴിഞ്ഞില്ല ഗാഥയ്ക്ക്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഗാഥയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ആരുടേതാണെന്ന്. തല ചുറ്റുന്നത് പോലെ തോന്നി ഗാഥയ്ക്ക്. വീഴാതിരിക്കാൻ അവൾ മെത്തയുടെ വിളമ്പിൽ അള്ളിപ്പിടിച്ചു. പക്ഷേ ആരായിരുന്നു ഗാഥയുടെ കൂട്ടുകാരനെന്ന് ഞാൻ ചോദിച്ചില്ല. അവൾ വിചാരിച്ചില്ലേ എന്താണ് എനിക്കതിൽ താല്പര്യമെന്ന്? ഗാഥയ്ക്ക് നേരിയ ആശ്വാസം തോന്നി. തൽക്കാലം രക്ഷപ്പെട്ടല്ലോ. പക്ഷേ അപകടം ഒഴിഞ്ഞു പോയിട്ടില്ല. ഇനിയും രശ്മിപ്രിയയും സ്വാതിയും തമ്മിൽ കണ്ടുമുട്ടിക്കൂടുന്നില്ലല്ലോ. എങ്ങനെയാണ് ഞാൻ സംസാര വിഷയമായത്? വിക്കി ഗാഥ ചോദിച്ചു. ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസിലാണ് ജോലി ചെയ്യുന്നതെന്ന് രശ്മി പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചതാ ഗാഥയെ അറിയുമോ എന്ന്. അപ്പോഴാണ് അവൾ പറഞ്ഞത് എറണാകുളം ബ്രാഞ്ചിൽ അവൾ ഉണ്ടായിരുന്നെന്ന്. ശരിയാണ്. ഗാഥയെ എങ്ങനെയാണ് പരിചയമെന്ന് രശ്മിപ്രിയ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണെന്ന്. ഗാഥ ഒന്നും മിണ്ടിയില്ല. ഞാനൊരു കാര്യം ചോദിച്ചാൽ ഗാഥ തുറന്നു പറയുമോ? സ്വാതി ചോദിച്ചു. ഗാഥ വീണ്ടും ഒന്ന് ഞെട്ടി. കൂട്ടുകാരനുമായുള്ള കല്യാണം എന്താണ് നടക്കാതെ പോയത്? അതോ നിങ്ങൾ രണ്ടുപേരും അത് ആഗ്രഹിച്ചിരുന്നില്ലേ? ആഗ്രഹിച്ചതാണ്. പിന്നെന്തു പറ്റി? പെണ്ണ് കാണൽ നടന്നു. പക്ഷേ രണ്ട് വീട്ടുകാരും എതിർത്തു. എന്തിന്? ചേർച്ചയില്ലാത്ത കുടുംബങ്ങൾ. ഞങ്ങളെ അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. അമ്മയ്ക്ക് ആ ബന്ധത്തിനോട് യോജിപ്പില്ലായിരുന്നു. പിന്നെ എന്തിനാണ് ആലോചന നടത്തിയത്? നേരിട്ട് വന്ന് കണ്ടപ്പോഴാണ്. അമ്മ അപ്പോൾ അവിടേക്ക് വരരുതേ എന്നായിരുന്നു ഗാഥയുടെ പ്രാർത്ഥന. വന്നാൽ അമ്മയും സംഭാഷണത്തിൽ പങ്കുചേർന്നെന്ന് വരും. ചില രഹസ്യങ്ങൾ രഹസ്യമായിട്ട് തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. കല്യാണം നടക്കില്ല എന്നറിഞ്ഞിട്ടും നിങ്ങൾ തമ്മിൽ എന്തിനാണ് ബന്ധപ്പെട്ടത്? കുറ്റപ്പെടുത്തുന്ന മട്ടിലായിരുന്നു സ്വാതിയുടെ ചോദ്യം. അതിനു മുമ്പാണ് ഞങ്ങൾ. ഗാഥയുടെ തല കുനിഞ്ഞു. കുഞ്ഞ് വയറ്റിൽ വളരുന്നുണ്ടെന്ന് അറിയാമായിരുന്നിട്ടും പിന്നെന്തിനാണ് വേറൊരാളിൻ്റെ ഭാര്യയാകാൻ? ഞാൻ സമ്മതിക്കില്ലായിരുന്നു. പക്ഷേ എനിക്കറിയില്ലായിരുന്നു. സംശയം മാത്രം. സത്യം മനസ്സിലാക്കിയപ്പോഴേക്ക് വൈകിപ്പോയി. ശ്യാംകുമാർ എപ്പോഴെങ്കിലും സത്യം മനസ്സിലാക്കിയാൽ, ഗർഭത്തിലുള്ള ശിശു ശ്യാമിൻ്റേതല്ലെന്ന് തിരിച്ചറിഞ്ഞാൽ, എനിക്കറിയില്ല എന്താണ് ഉണ്ടാകാൻ പോകുന്നത്. ചിലപ്പോൾ എന്നെ ഉപേക്ഷിക്കുമായിരിക്കും. അപ്പോഴേക്ക് ആത്മബലം തിരിച്ചു കിട്ടിയിരുന്നു ഗാഥയ്ക്ക്. അങ്ങനെ സംഭവിച്ചാൽ പഴയ കൂട്ടുകാരെ സ്വീകരിക്കുമല്ലോ. അവളുടെ മനസ്സറിയാൻ വേണ്ടി സ്വാതി ചോദിച്ചു. ഞാനത് ആഗ്രഹിക്കുന്നില്ല. എനിക്കൊരു ജോലിയുണ്ടല്ലോ. എൻ്റെ കുഞ്ഞിനെ ഒറ്റയ്ക്ക് വളർത്താൻ പറ്റും എന്ന കോൺഫിഡൻസ് എനിക്കുണ്ട്. വേറെ ആരുടെയും ഹെൽപ്പ് വേണ്ട എനിക്കിനി. അവൾ അങ്ങനെ അങ്ങ് ജയിക്കാൻ വിടരുതെന്ന് തോന്നി സ്വാതിക്ക്. കൂട്ടുകാരുടെ മാരേജ് കഴിഞ്ഞു കാണും. ഗാഥ മൂളി. അതുകൊണ്ടല്ലേ ഒറ്റയ്ക്ക് ജീവിക്കാമെന്ന് ഗാഥ തീരുമാനിച്ചത്? അല്ല, എനിക്കിനിയൊരു ദാമ്പത്യ ജീവിതം വേണ്ട. എന്നാലും ഞാനൊന്ന് ചോദിക്കട്ടെ, ഗാഥ ആവശ്യപ്പെട്ടാൽ അയാൾ സഹായത്തിന് വരാതിരിക്കുമോ? ഞാൻ വിളിക്കില്ല. നിങ്ങൾ തമ്മിൽ ഗാഢമായി സ്നേഹിച്ചിരുന്നെങ്കിൽ തീർച്ചയായും അയാൾ വരും. ഭാര്യ അറിയാതെയാണെങ്കിലും. വരുമെന്ന് തോന്നില്ലേ ഗാഥയ്ക്ക്? അറിയില്ല. കള്ളി, സ്വാതി മനസ്സിൽ പറഞ്ഞു. കല്യാണത്തിന് ശേഷം നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. പേരും കള്ളി. വിശ്വസിക്കാൻ പാടില്ല. യമുന ഒരു കപ്പ് ചായയുമായി വന്നു. ചായ കുടിക്കുമോളെ? ജോലി ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ? അയ്യോ വേണ്ടായിരുന്നല്ലോ അമ്മേ. ഇനി ചെന്നിട്ട് ആദർശ് ചേട്ടന് കൊടുക്കാൻ ചായ ഉണ്ടാക്കണം. ചായ വാങ്ങാൻ സ്വാതി മടിച്ചു. മകളുടെ പ്രേമനാടകം അമ്മയുടെ അറിവോടെയും ഒത്താശയോടുമായിരിക്കും നടക്കുന്നത്. സാരമില്ല, ചെന്നിട്ട് ഒന്നുകൂടെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ സ്വാതിക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല. ശ്യാംകുമാർ ഈ ആഴ്ച വരും അല്ലേ? അവൾ വെറുതെ ചോദിച്ചു. ശനിയാഴ്ച എത്തും. എന്നാൽ ഇനി ചെക്കപ്പിന് ഡോക്ടറെ കാണാൻ പോകുന്നത്? ചേട്ടൻ വന്നിട്ട് വേണം ഡേറ്റ് എടുക്കാൻ. അവൾ ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ യമുന ഒഴിഞ്ഞ ഗ്ലാസുമായി തിരിച്ചുപോയി. അമ്മയ്ക്കറിയാമോ ഈ രഹസ്യം? സ്വാതി ചോദിച്ചു. അപ്പോൾ അറിയാൻ ശ്യാംകുമാർ മാത്രമേ ഉള്ളൂ അല്ലേ? ഗാഥ അതിന് മറുപടി പറഞ്ഞില്ല. എന്തായാലും ഗാഥ വളരെ ശ്രദ്ധിക്കണം. സ്വാതി എഴുന്നേറ്റ് മുറിയിൽ നിന്നിറങ്ങി. അവൾ പുറത്തിറങ്ങി കോണിപ്പടി കയറി മുകളിലേക്ക് പോയി. അവൾ ചെന്നപ്പോൾ ആദർശ് കുളിച്ച് വേഷം മാറിയിരുന്നു. എന്താ ഗാഥയെ കാണാൻ വരാഞ്ഞത്? അവൾ ചോദിച്ചു. ഞാൻ എന്തിനു വരണം? താല്പര്യരഹിതനായി അയാൾ ചോദിച്ചു. അവളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കേണ്ട ഒരു കടമയുണ്ടല്ലോ ആദർശ് ചേട്ടന്. എന്ത് കടമ? ഭാര്യയുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ആദർശ് ചേട്ടനെയല്ലേ ശ്യാംകുമാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കണമെന്ന ശ്യാം എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇടയ്ക്ക് ചെന്ന് അന്വേഷിക്കണ്ടേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ അറിയിക്കും.
അമ്മയാണോ അതോ മോളാണോ സാധാരണ വിളിക്കാറുള്ളത്? അയാൾ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഈയിടെയായി നിനക്ക് എന്തോ കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ നീ ഇങ്ങനെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുകയില്ല. അതെ, കുഴപ്പമുണ്ട്. പക്ഷെ ആർക്കാണ് കുഴപ്പമെന്നേ ഇനി അറിയാനുള്ളൂ. ആ സംസാരം നീട്ടിക്കൊണ്ടു പോകാൻ ആദർശ് ഒട്ടും ആഗ്രഹിച്ചില്ല. അതുകാരണം അയാൾ നിശബ്ദത പാലിച്ചു. അന്ന് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ പരസ്പരം സ്പർശിക്കാതിരിക്കാൻ സ്വാതി ശ്രദ്ധിച്ചു. ഉറങ്ങിയോ? അല്പനേരം കഴിഞ്ഞപ്പോൾ അവൾ ചോദിച്ചു. ഇല്ല. എന്താ ഉറക്കം വരാത്തേ? നിനക്കെന്താ ഉറക്കം വരാത്തേ? അയാൾ തിരിച്ചു ചോദിച്ചു. ഞാൻ ഓരോന്നൊക്കെ ചിന്തിച്ചു കിടക്കുമായിരുന്നു. എന്താണ് ആലോചിച്ചതെന്ന് അയാൾ തിരക്കിയില്ല. ഞാൻ എന്താണ് ആലോചിച്ചതെന്ന് ചേട്ടൻ അറിയണ്ടേ? എന്താണ്? വീട് മാറുന്നതിനെ കുറിച്ചാണ്. വീട് മാറ്റമോ? ആദർശിന് മനസ്സിലായില്ല. ഞങ്ങളുടെ ബാങ്കിനടുത്തുള്ള അപ്പാർട്ട്മെൻറ്റില്ലേ, ബ്ലൂ ഓർക്കിഡ്, അവിടെ ഒരു ഫ്ലാറ്റ് ഒഴിവുണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? ഉമാദേവി ചേച്ചിയുടെ കസിൻ്റെ ഫ്ലാറ്റ്. നമുക്ക് അങ്ങോട്ട് മാറിയാലോ? ഇവിടെ എന്തെങ്കിലും അസൗകര്യമുണ്ടോ നിനക്ക്? ഇവിടെ അസൗകര്യമുണ്ടായിട്ടല്ല, അവിടെ കൂടുതൽ സൗകര്യമുള്ളത് കൊണ്ടാണ്. 2-3 മിനിറ്റ് നടന്നാൽ മതി ഫ്ലാറ്റിൽ നിന്ന്. അതുമാത്രമല്ലേ ഉള്ളൂ? തന്നെയുമല്ല, ഫുള്ളി ഫർണിഷ്ഡാണ്. റെൻറ്റ് ഇവിടെ കൊടുക്കുന്നത് മാത്രം അവിടെ കൊടുത്താൽ മതി. ചേച്ചിയെ കൊണ്ട് കുറച്ചുകൂടി കുറപ്പിക്കുകയും ചെയ്യാം. ഇവിടെ ഇപ്പോൾ എന്താണ് അസൗകര്യം? അയാൾ വീണ്ടും ചോദിച്ചു. എനിക്ക് ഫ്ലാറ്റിൽ താമസിക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ ഇതുവരെ അത്തരം സ്ഥലങ്ങളിൽ താമസിച്ചിട്ടില്ല. അയാളൊന്നും മിണ്ടിയില്ല. 1-ാം തീയതി മുതൽ നമ്മൾ അങ്ങോട്ട് താമസം മാറുകയാണെന്ന് ഞാൻ ഉമാ ചേച്ചിയോട് പറയട്ടെ? വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ആർക്കാവശ്യമില്ലെന്ന്? നമുക്ക് 2 പേർക്കും. എനിക്ക് പോകണം, പക്ഷേ പോകാൻ ചേട്ടന് താല്പര്യമില്ല, അതാണ് സത്യം. അതെ, എനിക്ക് താല്പര്യമില്ല. അതിൻ്റെ കാരണം എന്താണ്? 1 വർഷത്തേക്ക് താമസിക്കാനുള്ള എഗ്രിമെൻറ്റ് വെച്ചാണ് വാടക ചീട്ട് എഴുതിയിരിക്കുന്നത്. കാലാവധി തീരാതെ ഇവിടുന്ന് മാറിയാൽ നഷ്ടപരിഹാരമായി ബാക്കിയുള്ള കാലത്തെ വാടക കൊടുക്കേണ്ടി വരും. എത്ര നാളത്തെ? ബാക്കി 10 മാസത്തെ. സ്വാതി അല്പനേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല. ആദർശ് ചേട്ടൻ പറയുന്നത് സത്യമായിരിക്കുമോ? എഗ്രിമെൻറ്റിൽ അങ്ങനെ ഒരു വ്യവസ്ഥ കാണുമ്പോൾ? അതോ തന്നെ കബളിപ്പിക്കാൻ? ശ്യാമേട്ടൻ 2-3 ദിവസത്തിനകം വരുമല്ലോ. ചോദിച്ചു നോക്കാം. ആദർശ് ചേട്ടൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ അതിന് ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ. ഗാഥയെ എന്നും കാണാൻ വേണ്ടിയാണ് ഇവിടെ തന്നെ താമസിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത്. ആലോചിച്ച് കിടന്ന് അവൾ എപ്പോഴോ ഉറങ്ങി. ആ രാത്രിയിൽ ഗാഥയ്ക്ക് ഉറക്കം വന്നില്ല. അവൾ തിരിഞ്ഞും മറിഞ്ഞു കിടന്നു. ആദർശിൻ്റെ കാര്യം സ്വാതിയോട് രശ്മിപ്രിയ പറഞ്ഞു കാണുമോ? ആ സംശയമാണ് അവളുടെ മനസ്സിനെ അലട്ടിയത്. തനിക്ക് കല്യാണത്തിന് മുമ്പ് ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എന്ന് രശ്മിപ്രിയ പറഞ്ഞെങ്കിൽ ആദർശിൻ്റെ പേര് പറയാതിരിക്കില്ല. പറഞ്ഞില്ലെങ്കിൽ തന്നെ സ്വാതി അത് ചോദിച്ച് മനസ്സിലാക്കാതിരിക്കില്ല. ഗാഥയെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊരു കാര്യമാണ്. സ്വാതി സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അവൾക്ക് മനസ്സിലടക്കാൻ കഴിയുന്നു? എങ്ങനെ ഇത്ര ശാന്തതയോടെ സംസാരിക്കാനും പെരുമാറാനും കഴിയുന്നു? ഏതെങ്കിലും ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമാണോ ഇത്? എത്ര പക്വമതിയായ ഭാര്യയും പൊട്ടിത്തെറിച്ചു പോകില്ലേ? അല്ലെങ്കിൽ തന്നെ താൻ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അവൾ സൂചിപ്പിക്കുകയെങ്കിലും ചെയ്യുമായിരുന്നില്ലേ? നാളെ രശ്മിപ്രിയയെ വിളിച്ചു ചോദിച്ചാൽ അറിയാൻ കഴിയും. അതിലും അപകടമുണ്ട്. ആദർശ് കല്യാണം കഴിച്ചിരിക്കുന്നത് സ്വാതിയെയാണ് എന്ന് അവളും അറിയും. ഒന്നും വേണ്ട, വരുന്നത് പോലെ വരട്ടെ. പക്ഷേ ആദർശിന് ഒരു മുന്നറിയിപ്പ് കൊടുക്കണം. പിറ്റേന്ന് രാവിലെ 11 മണിയായപ്പോൾ ആദർശിൻ്റെ നമ്പർ എടുത്ത് ഗാഥ വിളിച്ചു. അയാൾ അപ്പോൾ ഓഫീസിലോ സൈറ്റിലോ ആയിരിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. ഹലോ. അയാൾ ഉടൻ കോൾ എടുത്തു. ആദർശ് ഇപ്പോൾ എവിടെയാണ്? സൈറ്റിലാണ്. ഫ്രീ ആണോ? അതെ, പറഞ്ഞോളൂ. ജോലിക്കാർ എന്തോ പണിയുന്നതിൻ്റെ തട്ടലും മുട്ടലും സംസാരവുമൊക്കെ പശ്ചാത്തലത്തിൽ അവൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. നമ്മുടെ കാര്യത്തിൽ സ്വാതിക്ക് എന്തോ സംശയമുണ്ടെന്ന് തോന്നുന്നു. എന്ത് സംശയം? നമ്മൾ 2 പേരും സ്നേഹത്തിലായിരുന്നെന്നും എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ആദർശിൻ്റേതാണെന്നും. അവൾ അങ്ങനെ പറഞ്ഞോ? ഇല്ല, പക്ഷേ തലേന്ന് ബാങ്ക് വിട്ട് വന്നപ്പോൾ അവൾ കാണാമെന്നതും സംസാരിച്ചതുമായ കാര്യങ്ങൾ ഗാഥ അയാളോട് പറഞ്ഞു. രശ്മിപ്രിയയെ എനിക്കറിയാം. ഒരിക്കൽ ഞാൻ അവളോട് അവിടെ വെച്ച് സംസാരിച്ചിട്ടുണ്ട്. അവൾ ആദർശിനെ കുറിച്ച് സ്വാതിയോട് പറഞ്ഞു കാണുമോ എന്നാണ് എൻ്റെ. ഏയ്, അതിന് സാധ്യതയില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഒരു ഭൂകമ്പം നടക്കുമായിരുന്നല്ലോ. അതെ, എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ അവൾ തെളിവിനായി കാത്തിരിക്കുകയാണെങ്കിലോ? എന്തിനു കാത്തിരിക്കണം? ഇപ്പോൾ തന്നെ തെളിവുണ്ടല്ലോ. നിന്റെ സ്കാൻ റിപ്പോർട്ട് അവൾ കണ്ടതല്ലേ? സ്വാതിയുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലാകുന്നില്ല ആദർശ്. ഇന്നലത്തെ അവളുടെ സംസാരം കേട്ടിട്ട് അവൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നീ സമാധാനമായിട്ടിരിക്കെ. അറിയുമ്പോൾ അറിയട്ടെ, അപ്പോൾ വേണ്ടത് ചെയ്യാം. അത്ര നിസ്സാരമായി പറയാൻ പറ്റുന്ന കാര്യമാണോ ആദർശ് അത്? ഞാൻ പിഴച്ചവളെന്ന് എല്ലാവരും മുദ്ര കുത്തില്ലേ? എല്ലാറ്റിനും കൂട്ടുനിന്നെന്ന് ആദർശിന് പഴിയും. ആദർശിൻ്റെ വീട്ടുകാർക്കും സ്വാതിയുടെ വീട്ടുകാർക്കും ശ്യാമിൻ്റെ വീട്ടുകാർക്കും അപമാനമായിരിക്കില്ലേ? എന്തൊരു ഒച്ചപ്പാടും ബഹളവുമായിരിക്കും. ചോദ്യം ചെയ്യലുകൾ, കുറ്റപ്പെടുത്തലുകൾ. കുറ്റവാളികളെപ്പോലെ നമ്മൾ 2 പേരും. ഗാഥ പൊട്ടിക്കരഞ്ഞു. അത് കേട്ടുകൊണ്ട് നിൽക്കാനുള്ള മനക്കരുത്ത് ആദർശിനില്ലായിരുന്നു. ഗാഥ, കരയരുത് പ്ലീസ്. നീ എന്നെ കൂടി ധൈര്യമില്ലാത്തവനാക്കല്ലേ. എന്ത് സംഭവിച്ചാലും നിനക്ക് ഞാനുണ്ട് എന്ന് പറയാൻ അയാൾ ആഗ്രഹിച്ചു. പക്ഷേ പറഞ്ഞില്ല. ആശ കൊടുത്തിട്ട് ഒടുവിൽ അതിന് കഴിഞ്ഞില്ലെങ്കിൽ അതായിരിക്കും മഹാപരാധം. പക്ഷേ ഗാഥയെ കൈവിടില്ല, അയാൾ മനസ്സിലുറപ്പിച്ചു. ഗാഥ, കരയരുത്. മനസ്സിന് ദണ്ഡം തട്ടിയാൽ അത് കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കും. പക്ഷേ ആദർശ്, ധൈര്യമായിട്ടിരിക്കൂ. എന്തു വന്നാലും നമുക്കത് ഫേസ് ചെയ്യാം. ഒപ്പം ഞാനുണ്ടല്ലോ. എല്ലാം ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് സാരമില്ല, എനിക്ക് ധൈര്യമുണ്ട്. അവൾ കരച്ചിലടക്കി.
നമ്മളായിട്ട് ആരോടും ഒന്നും വെളിപ്പെടുത്തണ്ട. എപ്പോഴെങ്കിലും ആരെങ്കിലും അറിയുന്നെങ്കിൽ അറിയട്ടെ. അറിയാതിരിക്കാൻ പരമാവധി ശ്രമിക്കുകയും വേണം, അയാൾ പറഞ്ഞു. ശരി ആദർശ്, സമയം കളയണ്ട. എൻ്റെ മനസ്സിന് താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ വിളിച്ചത്. അത് നന്നായി. എന്തെങ്കിലും സംഭവമുണ്ടായാൽ എന്നോട് പറയണം. പറയാം. ശരി, വെച്ചോ. ഗാഥ കോൾ കട്ട് ചെയ്തു. ഒരു പെരുമഴ തോർന്ന് അവസാനിച്ചതുപോലെ അവർക്ക് അനുഭവപ്പെട്ടു. മനസ്സിൻ്റെ ഭാരത്തിന് അല്പം അയവ് വന്നു. ആദർശ് പറഞ്ഞത് ശരിയാണ്. അമ്മയുടെ മാനസിക നില കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കും. സന്തോഷവതിയായിരിക്കണം എപ്പോഴും അമ്മ. സന്തോഷവതിയാകാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ മനസമാധാനം ഉറപ്പുവരുത്തിയെങ്കിലും വേണം. 2-3 ദിവസങ്ങൾ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാതെ കടന്നുപോയി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശ്യാംകുമാറിൻ്റെ വിളി വന്നു. നാളെ രാവിലെ ഞാൻ അവിടെ എത്തും. എല്ലാം പായ്ക്ക് ചെയ്തോ? ഇന്നലെ തന്നെ എല്ലാം സൂട്ട് കേസിലാക്കി. ഇന്നും നാളെയും ധരിക്കാനുള്ള ഡ്രസ്സ് മാത്രമേ വെളിയിലുള്ളൂ. ഇന്നലെ ഞാൻ കുറച്ച് ഷോപ്പിംഗ് നടത്തി. എന്താണ് മേടിച്ചത്? അവൾ വെറുതെ ചോദിച്ചു. കുറച്ച് ഡ്രസ് മെറ്റീരിയലാണ്. ചുരിദാർ. പിന്നെ സ്വാതിക്കും ഒരു സെറ്റ് ചുരിദാർ മേടിച്ചിട്ടുണ്ട്. ആദർശിന് ഒരു ജീൻസും ഷർട്ടും. ഞാനില്ലാത്ത നേരത്ത് ആദർശും സ്വാതിയുമല്ലേ നിങ്ങളുടെ സഹായത്തിനുണ്ടായിരുന്നത്? അത് നന്നായി. നെടുമ്പാശ്ശേരിയിലാണ് ഞാൻ വരുന്നത്. ആദർശിനോട് പറഞ്ഞില്ല. പറഞ്ഞാൽ അയാൾ കാറുമായി വന്നെങ്കിലോ? ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. ശ്യാം ചേട്ടൻ ഒരു ടാക്സി വിളിച്ച് വന്നാൽ മതി. അങ്ങനെയാണ് വിചാരിക്കുന്നത്. വന്നാലും ഒരാഴ്ച ലീവ് എടുക്കുകയാണ് നിൻ്റെ അടുത്തിരിക്കാൻ. അടുത്ത ഒരാഴ്ച കഴിഞ്ഞാൽ എൻ്റെ ലീവും തീരും. അതിനു മുമ്പ് നമുക്ക് ഡോക്ടറെ കണ്ട് ചോദിക്കണം ലീവ് നീട്ടണമെന്ന്. എനിക്ക് വീട്ടിലിരുന്ന് മടുപ്പായി ചേട്ടാ. എന്തായാലും ഡോക്ടർ പറയുന്നത് പോലെ ചെയ്താൽ മതി. അവൾ മൂളി. പിറ്റേന്ന് കാലത്ത് 10 മണി കഴിഞ്ഞപ്പോൾ ശ്യാംകുമാർ വീട്ടിലെത്തി. ടാക്സി വന്നപ്പോൾ ഗാഥയും യമുനയും സിറ്റൗട്ടിൽ ചെന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. സൂട്ട് കേസും എയർബാഗുമായി അയാൾ സന്തോഷത്തോടെ കയറി വന്നു. സൂട്ട് കേസ് നിലത്തേക്ക് വെച്ചിട്ട് ഒരു കൈകൊണ്ട് അയാൾ ഗാഥയെ ചേർത്ത് പിടിച്ചു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. നീ കുറച്ച് തടിച്ചിട്ടുണ്ട്. വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചതുകൊണ്ടാ. ശ്യാം, കുളിച്ചിട്ട് വാ. വല്ലതും കഴിച്ചിട്ട് സംസാരിക്കാം, യമുന പറഞ്ഞു. അയാൾ കുളിച്ചിട്ട് മുണ്ടും ഷർട്ടും ധരിച്ച് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് വന്നു. ഇഡ്ഡലിയും സാമ്പാറും ചട്നിയുമാണ് യമുന ഉണ്ടാക്കിയത്. ഇവിടുന്ന് പോയ ശേഷം ഇഡ്ഡലി കണ്ടിട്ട് പോലുമില്ല. ട്രെയിനിങ്ങിനെക്കുറിച്ചും പൂനെയിലെ താമസത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് അയാൾ ഭക്ഷണം കഴിച്ചത്. ഗാഥയും യമുനയും ഒപ്പം കഴിച്ചു. ആദർശും സ്വാതിയും പോയി കാണും അല്ലേ? 9 ആകുമ്പോൾ അവർ പോകും. ഞാൻ വന്ന കാര്യം ആദർശിനെ വിളിച്ച് പറയണം. വൈകുന്നേരം വരുമ്പോൾ കാണാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഗാഥയും ശ്യാമും ബെഡ്റൂമിലേക്ക് പോയി. യമുന ഉച്ചയോൺ ഒരുക്കാൻ തുടങ്ങി. ഗാഥയെ കെട്ടിപ്പിടിച്ചും ഉമ്മവച്ചും ശ്യാം അല്പനേരം നിന്നു. എപ്പോഴും നിന്റെ കാര്യം മാത്രമായിരുന്നു എൻ്റെ ചിന്ത. ഞാനിവിടെ ഉണ്ടാവേണ്ട സമയമായിരുന്നു. വിഷമം തോന്നിയില്ലേ നിനക്ക്? വിഷമമുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തീർന്നില്ലേ? ഇനി അതേക്കുറിച്ച് ഓർക്കണ്ട ചേട്ടാ. അവൾ ബെഡിലേക്ക് ഇരുന്നു. അയാളും ഇരുന്നു. ലീവ് തീർന്നാൽ അമ്മ വീട്ടിലേക്ക് പോവില്ലേ? അയാൾ ചോദിച്ചു. പോകും. കുറച്ച് ദിവസം അമ്മ വന്നു നിൽക്കാൻ ഞാൻ അച്ഛനെ വിളിച്ച് പറയാം. ഇനിയിപ്പോൾ ആരുടെയും സഹായം വേണ്ട. ഞാനും ഓഫീസിൽ പോയി തുടങ്ങുമല്ലോ. അയാൾ കുനിഞ്ഞ് അവളുടെ വയറിൽ ഉമ്മ വെച്ചു. എൻ്റെ കുഞ്ഞ് 1 മാസമായി എന്നെ കണ്ടിട്ട്. അവളൊന്നും പറഞ്ഞില്ല. സാരമില്ല, ഇനി എന്നും അച്ഛൻ കാണും എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ. 7-ാം മാസത്തിൽ പ്രസവത്തിന് വിളിച്ചുകൊണ്ട് പോകും, അവൾ പറഞ്ഞു. ആ ചടങ്ങ് നടത്തിയാൽ മതി. പിറ്റേന്ന് തന്നെ ഞാൻ വന്ന് നിന്നെ ഇങ്ങ് കൊണ്ടുപോരും. അമ്മ വിടുമോയെന്ന് എനിക്കറിയില്ല. ഇനി ഭർത്താവിൻ്റെ ആഗ്രഹമേ നടക്കൂ, അയാൾ ചിരിയോടെ പറഞ്ഞു. അവൾ മിണ്ടിയില്ല. ഇനി വേറൊരു വലിയ ജോലിയുണ്ട്, അയാൾ പറഞ്ഞു. എന്താണ്? കുഞ്ഞിന് ഒരു നല്ല പേര് കണ്ടുപിടിക്കണ്ടേ? ഇപ്പം ശ്രമം തുടങ്ങിയാലേ പേരിടാറാകുമ്പോഴേക്ക് ഒരെണ്ണമെങ്കിലും കിട്ടും. ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നറിയാതെ. മോനായാലും മോളായാലും പ്രശ്നമില്ല. ആൺകുഞ്ഞിനും പെൺകുഞ്ഞിനും വെവ്വേറെ പേരുകൾ കരുതി വയ്ക്കണം. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഗാദിയുടെ മൊബൈലിൽ ഒരു കോൾ വന്നത്. നോക്കിയപ്പോൾ ക്രസൻറ്റ് ഹോസ്പിറ്റലിൽ നിന്നാണ്. ഹലോ, അവൾ കോൾ എടുത്തു. ഗാദിയുടെ നമ്പറല്ലേ ഇത്? അതെ. ഈ മാസം കൺസൾട്ട് ചെയ്യാനുള്ള സമയമായല്ലോ. 2 ആഴ്ചത്തേക്ക് ഡോക്ടർ മോളി ചാക്കോ ലീവിലാണ്. അപ്പോൾ എന്നാണ് ഞങ്ങൾ ഇനി വരേണ്ടത്? ഇന്ന് ഡോക്ടറുണ്ട്. തിങ്കളാഴ്ചയും കാണും. പിന്നെ 2 ആഴ്ചയും. ശരി. അവൾ കോൾ കട്ട് ചെയ്തിട്ട് ശ്യാംകുമാറിനോട് വിവരം പറഞ്ഞു. തിങ്കളാഴ്ച എന്തെങ്കിലും കാരണവശാൽ പോകാൻ പറ്റിയില്ലെങ്കിലോ? ഇന്ന് തന്നെ നമുക്ക് പോകാം, അയാൾ പറഞ്ഞു. അയാൾ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്തു. വൈകുന്നേരം 4:30 സമയവും കിട്ടി. കൃത്യസമയത്ത് തന്നെ ഗാഥയെയും കൊണ്ട് അയാൾ ഹോസ്പിറ്റലിലെത്തി. ഡോക്ടർ മോളി ചാക്കോ അവളെ വിശദമായി പരിശോധിച്ചു. ഇതിനിപ്പോൾ 5 മാസം പൂർത്തിയായല്ലോ. ഇനി വേറെ ചില ടാബ്ലറ്റ് കഴിച്ചാൽ മതി, ഡോക്ടർ പറഞ്ഞു. 5 മാസമോ? ഇതിപ്പോൾ 4 ആയതല്ലേ ഉള്ളൂ ഡോക്ടർ, പെട്ടെന്ന് ശ്യാംകുമാർ ചോദിച്ചു. 5 അല്ലേ? പ്രിസ്ക്രിപ്ഷൻ ഫയലിൽ ഡേറ്റ് നോക്കിയിട്ട് ഡോക്ടർ ചോദിച്ചു. അതിന് ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് 4 മാസമേ ആയതുള്ളല്ലോ. ഡോക്ടർ മുഖം തിരിച്ച് ഗാദിയെ ഒന്ന് നോക്കി. അവൾ മെല്ലെ തലകുനിച്ചു. ഗാദിയുടെ ഫയൽ ഡോക്ടർ മോളി ചാക്കോ വീണ്ടും പരിശോധിച്ചു. ആദ്യമായി കാണാൻ വന്നപ്പോൾ രേഖപ്പെടുത്തിയ വിവരങ്ങളും ഓരോ ടെസ്റ്റിൻ്റെയും റിസൾട്ടും സ്കാൻ റിപ്പോർട്ടുകളും. തനിക്ക് കണക്ക് പിഴച്ചിട്ടില്ലെന്ന് ഉറപ്പായപ്പോഴാണ് ഡോക്ടർ തലയുയർത്തി നോക്കിയത്. ഗാദിയുടെ വിളറിവെളുത്ത മുഖവും കണ്ണുകളിലെ ദയനീയ ഭാവവും അപ്പോൾ അവർ കണ്ടു. മിസ്റ്റർ ശ്യാംകുമാർ, 1 മിനിറ്റ് പുറത്ത് വെയിറ്റ് ചെയ്യാമോ? എനിക്ക് വൈഫിന് ഒന്നുകൂടെ എക്സാമിൻ ചെയ്യാനുണ്ട്, ഡോക്ടർ പറഞ്ഞു. ശരി ഡോക്ടർ. ശ്യാംകുമാർ എഴുന്നേറ്റ് കൺസൾട്ടിംഗ് റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അയാളുടെ പിന്നിൽ വാതിൽ മെല്ലെ അടഞ്ഞു. ഗാഥയ്ക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ശാന്തമായ സ്വരത്തിൽ ഡോക്ടർ ചോദിച്ചു. ഉണ്ട് ഡോക്ടർ. എന്താണ്? ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. എനിക്ക് 5 മാസം പൂർത്തിയായി.
പക്ഷേ മാരേജ് കഴിഞ്ഞിട്ട് 4 മാസമേ ആയുള്ളൂ എന്നാണല്ലോ ഹസ്ബൻഡ് പറയുന്നത്. അതും ശരിയാണ് ഡോക്ടർ. അവർ അവളുടെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി. നിങ്ങളുടേത് ലവ് മാരേജ് ആയിരുന്നോ? അല്ല, അറേഞ്ച്ഡ് മാരേജ്. മാരേജിന് മുമ്പ് നിങ്ങൾ? ഇല്ല ഡോക്ടർ. എനിക്ക് മനസ്സിലാകുന്നില്ല. കുഞ്ഞിന് 5 മാസത്തെ വളർച്ചയുണ്ട്. മാരേജ് കഴിഞ്ഞിട്ട് 4 മാസവും. അത് പൊരുത്തപ്പെടുന്നില്ലല്ലോ. മാരേജിന് മുമ്പ് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. ഓ, ഡോക്ടർ ഒന്ന് നിശ്വസിച്ചു. ആരാണെന്ന് ഡോക്ടർ ചോദിക്കുമോ എന്ന് അവൾ ഭയപ്പെട്ടു. പക്ഷേ അവർ സംസ്കാര സമ്പന്നയായതുകൊണ്ട് അത് ചോദിച്ചില്ല. ഹസ്ബൻഡിന് ഇതറിയില്ലെങ്കിലും അധികം വൈകാതെ സത്യം വെളിവാക്കില്ലേ? അപ്പോൾ എന്തു പറയും? എനിക്കറിയില്ല ഡോക്ടർ. ഒരപേക്ഷയുണ്ട്. തൽക്കാലത്തേക്ക് ഡോക്ടർ എന്നെ സഹായിക്കണം. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇതറിയരുത്. മെഡിക്കൽ എത്തിക്സിനെക്കുറിച്ച് ഗാഥ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യത്തിൽ നിന്ന് വ്യതിചലിച്ച് ഞാൻ ഒരു കാര്യവും ചെയ്യുകയില്ല, പറയുകയുമില്ല. എനിക്കത് മനസ്സിലാകും ഡോക്ടർ. കള്ളം പറയണമെന്ന് ഞാൻ നിർബന്ധിക്കുകയില്ല. പക്ഷേ സത്യം പറയുന്നത് അല്പം ഒന്ന് നീട്ടി വെച്ചുകൂടെ? സോറി ഗാഥ, നിർബന്ധിക്കരുത്. എങ്കിൽ വേണ്ട ഡോക്ടർ. 4 മാസത്തെ ദാമ്പത്യ ജീവിതം മാത്രമേ എനിക്ക് വിധിച്ചിട്ടുള്ളൂ എന്ന് ഞാൻ ആശ്വസിച്ചു കൊള്ളാം. ധർമ്മസങ്കടത്തോടെ ഡോക്ടർ അവളുടെ മുഖത്തേക്ക് നോക്കി. നിന്റെ പ്രായത്തിൽ ഒരു മോൾ എനിക്കുമുണ്ട് കുട്ടി. അവളുടെ മാരേജ് കഴിഞ്ഞിട്ട് 4 മാസം ആയതേ ഉള്ളൂ. ഡോക്ടർ മോളി ചാക്കോ ഇരു കണ്ണുകളും അടച്ച് ഒരു നിമിഷം കസേരയിൽ ചാരിയിരുന്നു. പിന്നെ മേശപ്പുറത്തെ കോളിംഗ് ബെൽ മുഴങ്ങി. ഉടൻ തന്നെ ഒരു നേഴ്സ് പ്രത്യക്ഷപ്പെട്ടു. ഗാദിയുടെ ഹസ്ബൻഡ് വരാൻ പറയൂ, ഡോക്ടർ ആവശ്യപ്പെട്ടു. നേഴ്സ് വാതിൽ തുറന്ന് ഗാദിയുടെ ഹസ്ബൻഡിനെ വിളിച്ചു. ശ്യാംകുമാർ മുറിയിലേക്ക് വീണ്ടും വന്നു. ഇരിക്കൂ, ഡോക്ടർ പറഞ്ഞു. അയാൾ എതിരെയുള്ള കസേരയിലിരുന്നു. സ്കാൻ റിപ്പോർട്ടിൽ കുഞ്ഞിന് 4 മാസത്തേതിലും കൂടുതൽ വളർച്ച കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത്, ഡോക്ടറെ, അതിന് കാരണമുണ്ട്. ഇവൾ കഴിഞ്ഞ 1 മാസമായി ബെഡ് റെസ്റ്റിലായിരുന്നില്ലേ? നാട്ടിൽ നിന്ന് ഇവളുടെ അമ്മ വന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ. അമ്മ ഇവളെ ശരിക്ക് ഭക്ഷണം കഴിപ്പിക്കുന്നുണ്ടായിരുന്നു, ശ്യാംകുമാർ പറഞ്ഞു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. കുഞ്ഞിന് നല്ല വളർച്ചയുണ്ടായാൽ ഡെലിവറി സമയത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ ഡോക്ടർ? ശ്യാം ചോദിച്ചു. പ്രത്യേകിച്ച് പ്രോബ്ലമൊന്നും ഉണ്ടാകത്തില്ല. അല്ല, കുഞ്ഞിന് നല്ല വലിപ്പമുണ്ടെങ്കിൽ നോർമൽ ഡെലിവറിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട്. മാക്സിമം നമ്മൾ നോർമൽ ഡെലിവറിക്ക് വേണ്ടി ശ്രമിക്കും. അത് നടന്നില്ലെങ്കിൽ മാത്രമേ. ശ്യാംകുമാറിൻ്റെ സംശയങ്ങളും എങ്ങും തൊടാതെയുള്ള ഡോക്ടറുടെ മറുപടിയും കേട്ട് ഗാഥ നിശബ്ദയായി ഇരുന്നേയുള്ളൂ. 1 മാസത്തെ ബെഡ് റെസ്റ്റ് വേണമെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. അത് നാളെ കൊണ്ട് തീരും. ഇനി ഓഫീസിൽ പോകുന്നതിൽ തെറ്റുണ്ടോ? ശ്യാം ചോദിച്ചു. എറണാകുളത്തല്ലേ വർക്ക് ചെയ്യുന്നത്? അതെ. ബസ് യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 വീലറും വേണ്ട, കാറിൽ പോകാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്, ഡോക്ടർ ഉപദേശിച്ചു. ഞങ്ങൾക്ക് 2 പേർക്കും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകേണ്ടത്. എനിക്ക് ആലുവയ്ക്കും ഗാഥയ്ക്ക് എറണാകുളത്തിനും. ഇവൾക്കാണെങ്കിൽ ഡ്രൈവിംഗ് അറിയില്ല. അല്ലെങ്കിൽ കാർ കൊടുക്കാമായിരുന്നു. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കാർ യാത്രയാണ്. അല്ലെങ്കിൽ 1 മാസം കൂടി കഴിഞ്ഞിട്ട് ബസ്സിൽ പോകുന്നതിൽ തെറ്റില്ല. താങ്ക് യു ഡോക്ടർ. അവർ പോകാനായി എഴുന്നേറ്റു. ഗാഥ നന്ദിപൂർവ്വം ഡോക്ടറെ ഒന്ന് നോക്കി. പോയിക്കോളൂ എന്ന് ഡോക്ടർ കണ്ണുകൊണ്ട് അനുവാദം കൊടുത്തു. പാർക്ക് ചെയ്തിരുന്ന കാറിനടുത്തേക്ക് 2 പേരും നിശബ്ദരായാണ് നടന്നത്. ശ്യാംകുമാർ എന്തോ ചിന്തയിലാണെന്ന് ഗാഥയ്ക്ക് തോന്നി. അയാളുടെ ചിന്ത എന്തായിരുന്നെന്ന് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. ബസ്സിൽ പോകരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? കാർ ഓടിക്കുന്നതിനിടയിൽ അയാൾ ചോദിച്ചു. എങ്കിൽ പിന്നെ 1 മാസം കൂടി നീ ലീവ് എടുക്ക്. വീട്ടിലിരുന്ന് ഞാൻ മടുത്തു ശ്യാംചേട്ടാ. എനിക്കിനി വയ്യ. എന്തായാലും റിസ്ക് എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ പണ്ട് താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ താമസിക്കുന്നത് നല്ലത്. അവിടെ വേക്കൻസി കാണുമെന്ന് തോന്നുന്നില്ല. ഞാൻ പോന്ന ഒഴിവിൽ വേറൊരാൾ വന്നെന്നാണ് ഫൗസിയ പറഞ്ഞത്. പിന്നെ എന്ത് ചെയ്യും? 2 പേരും വീണ്ടും ആലോചനയിൽ മുഴുകി. പെട്ടെന്നാണ് ശ്യാംകുമാറിൻ്റെ മുമ്പിൽ വേറൊരു വഴി തുറന്നത്. ആ പ്രശ്നം നമുക്ക് ഈസിയായി പരിഹരിക്കാൻ ഗാഥേ, അയാൾ ആഹ്ലാദത്തോടെ പറഞ്ഞു. എങ്ങനെ? ആദർശ് എന്നും കാറിലല്ലേ എറണാകുളത്ത് പോകുന്നത്? നിനക്ക് ആദർശിൻ്റെ കൂടെ പോകാമല്ലോ. വൈകുന്നേരം അതിൽ തന്നെ തിരിച്ചു വരികയും ചെയ്യാം. ഗാഥ ഒന്ന് ഞെട്ടി. സ്വാതി അതിനോട് യോജിക്കുകയില്ല. അവൾ എതിർക്കും. അമ്മയും സമ്മതിച്ചെന്ന് വരില്ല. വേണ്ട ചേട്ടാ, അത് ആദർശിന് ബുദ്ധിമുട്ടാകും. ഞാൻ കൂടെ ചെന്നാൽ അയാളുടെ സ്വാതന്ത്ര്യം ഇല്ലാതാകും. അതൊന്നും പ്രശ്നമല്ല. ആദർശ് നല്ലൊരു ഫ്രണ്ടാണ്. ഇക്കാര്യം പറഞ്ഞാൽ അയാൾ ഒരെതിർപ്പും പറയില്ല, സന്തോഷിക്കുകയുള്ളൂ. പക്ഷേ സ്വാതിക്ക് അത് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? അവൾക്ക് ഒരെതിർപ്പും കാണത്തില്ല. ഉണ്ടെങ്കിൽ തന്നെ ഞാനത് ശരിയാക്കിയെടുക്കാം, ആത്മവിശ്വാസത്തോടെ ശ്യാംകുമാർ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗാഥ മുഖം തിരിച്ച് അയാളെ ഒന്ന് നോക്കി. സ്വാതിയുമായി ശ്യാംകുമാറിന് പറയത്തക്ക അടുപ്പമൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് അവളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത്? സ്വാതിയുടെ മനസ്സറിയാൻ പറ്റിയ ഒരവസരമാണ് അതെന്ന് ഗാഥയ്ക്ക് തോന്നി. അവൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ആദർശിൻ്റെ കാറിൽ എന്നും തന്നെ എറണാകുളത്തേക്ക് വിടാൻ അവൾ സമ്മതിക്കുകയില്ല. എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് അവൾ തടയും. അതിനെ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ശ്യാംചേട്ടന് എന്താണ് ഇത്ര ആത്മവിശ്വാസം? സ്വാതി എതിർത്താൽ അത് മറികടക്കാമെന്ന്. എന്തായാലും ആദർശിൻ്റെ കാറിൽ ഓഫീസിൽ പോകാമെന്ന് ഗാഥ തീരുമാനിച്ചു. എന്താണ് സംഭവിക്കുകയെന്ന് അറിയാമല്ലോ. രാവിലെ 2 പേരെയും കാണാൻ പറ്റിയില്ലല്ലോ. വൈകുന്നേരം ആദർശ് എപ്പോൾ വരും? ശ്യാംകുമാർ ചോദിച്ചു. ആദർശ് നേരത്തെ വരും. സ്വാതി ബാങ്കിൽ നിന്നിറങ്ങുമ്പോൾ 7 കഴിയും. ചിലപ്പോൾ 7:30 വൈകുന്നേരം അവരെ കാണണം എനിക്ക്. വീട്ടിലെത്തിയപ്പോൾ യമുന അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്തു പറഞ്ഞു ഡോക്ടർ? ഇനി ഓഫീസിലേക്ക് പോകുന്നതിൽ കുഴപ്പമില്ലമ്മേ. പക്ഷേ ബസ് യാത്ര പാടില്ല, ശ്യാംകുമാർ അറിയിച്ചു. അയ്യോ, പിന്നെ എങ്ങനെയാ? ആദർശ് എന്നും എറണാകുളം വരെ തനിച്ചല്ലേ പോകുന്നത്. ഇനി ഇവളെ കൂടി കൊണ്ടുപോയിക്കോട്ടെ. 2-3 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ
മെറ്റേണിറ്റി ലീവ് എടുക്കാം. യമുന അപ്പോൾ ഗാദിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അവൾ അമ്മയ്ക്ക് മുഖം കൊടുത്തില്ല. അമ്മയ്ക്കത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അവളെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ യമുന അത് പറയുകയും ചെയ്തു. ആദർശിൻ്റെ കാറിൽ പോകുന്നത് ശരിയാവത്തില്ല. അതെന്താ? അവനുമായി നീ ഒരു തരത്തിലും ബന്ധം വയ്ക്കാൻ പാടില്ല. കാരണം നിങ്ങളൊന്നിച്ച് പോവുകയും വരികയും ചെയ്താൽ കൂടുതൽ അടുപ്പമുണ്ടാകും. അത് വേണ്ട. ഇതിൽ കൂടുതൽ ഇനി എന്തടുപ്പമുണ്ടാകാനാ അമ്മേ ഞങ്ങൾ തമ്മിൽ? അതിന് മറുപടിയില്ലായിരുന്നു യമുനയ്ക്ക്. വേണമെങ്കിൽ ലീവെടുത്ത് വീട്ടിലിരിക്കാം. ശമ്പളമില്ലാത്ത അവധിയെ കിട്ടൂ. എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കാൻ വയ്യ. അമ്മ ഒരു മാസത്തേക്ക് കൂടി ലീവ് നീട്ടാമോ? യമുന അത് അംഗീകരിക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അവൾ ചോദിച്ചു. ലീവ് നീട്ടാനോ? അത് പറ്റില്ല. ക്രെഡിറ്റിൽ കിടന്ന ലീവെല്ലാം തീർന്നു. ഇനി സാലറി കിട്ടാത്ത ലീവേ ഉള്ളൂ. തന്നെയുമല്ല, ആൾ താമസമില്ലാതെ കിടന്ന് വീട് നശിച്ചു കാണും. അപർണയ്ക്ക് മാസം ഹോസ്റ്റൽ ഫീസ് എത്രയാണെന്ന് അറിയാമോ നിനക്ക്? ഗാഥ മിണ്ടിയില്ല. അവൾക്ക് ആവശ്യമുള്ള മറുപടി കിട്ടിയല്ലോ. നാളെ രാവിലെ ഞാൻ ഷൂറിനാട്ടേക്ക് പോകും. അന്ന് പകൽ മുഴുവൻ ഗാഥയോടൊപ്പം ശ്യാംകുമാർ ഇരുന്നു. അവളെ സ്നേഹിക്കാനും കുഞ്ഞിനെക്കുറിച്ച് സംസാരിക്കാനും സ്വപ്നം കാണാനുമാണ് ആ സമയം മുഴുവൻ അയാൾ വിനിയോഗിച്ചത്. വൈകുന്നേരം 7 മണി കഴിഞ്ഞപ്പോൾ ആദർശും സ്വാതിയും എത്തി. അവരെ ഉടനെ ശല്യപ്പെടുത്തണ്ട എന്ന് വിചാരിച്ച് പിന്നെയും 1 മണിക്കൂർ കഴിഞ്ഞാണ് ശ്യാംകുമാർ മുകളിലേക്ക് കയറി ചെന്നത്. ഡോർബെല്ല് മുഴക്കിയപ്പോൾ സ്വാതിയാണ് വന്ന് വാതിൽ തുറന്നത്. അവർ പരസ്പരം നോക്കി ഒരു നിമിഷം നിന്നു. ആദർശ് കുളിക്കുകയാണ്. ശ്യാമേട്ടൻ വരൂ. അവൾ അയാളെ അകത്തേക്ക് ക്ഷണിച്ചു. ഞാൻ ഇന്ന് രാവിലെ വന്നു. അകത്തേക്ക് കയറിക്കൊണ്ട് അയാൾ പറഞ്ഞു. ഗാഥ പറഞ്ഞിരുന്നു. അയാൾ സെറ്റിയിലിരുന്നു. സ്വാതി അയാളെ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു. പൂനെയിൽ വെച്ച് വാങ്ങിയ വെള്ള കുർത്തയും പൈജാമയുമാണ് അയാൾ ധരിച്ചിരുന്നത്. ആ വേഷത്തിൽ അവൾ അയാളെ ആദ്യമായി കാണുകയായിരുന്നു. എത്ര സുന്ദരനാണ് ശ്യാമേട്ടൻ. അവൾക്ക് ഉള്ളിൽ നേരിയ നഷ്ടബോധം അനുഭവപ്പെട്ടു. നീ എന്താണ് നോക്കുന്നത്? അയാൾ ചോദിച്ചു. ഒന്നുമില്ല. എനിക്ക് ശ്യാമേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? ഇപ്പോൾ പറയാൻ പറ്റില്ല. സമയമില്ല. ആദർശ് ചേട്ടൻ എപ്പോൾ വേണമെങ്കിലും വരും. ബാങ്കിൽ എങ്ങനെ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല. അത്താഴമൊക്കെ ഉണ്ടാക്കിയോ? വന്നപ്പോൾ തന്നെ ചപ്പാത്തി ഉണ്ടാക്കി. അവൾ കുളി കഴിഞ്ഞ് വേഷം മാറിയിരുന്നു. എന്നെ ഓർക്കാറുണ്ടായിരുന്നോ? അവൾ ചോദിച്ചു. ശ്യാംകുമാർ ഒന്ന് ചിരിച്ചു. മറക്കാൻ പറ്റുന്ന സ്നേഹമായിരുന്നോ നമ്മുടേത്? ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ശ്യാമേട്ടനെ കുറിച്ച് ഒരുപാട് ഓർക്കാറുണ്ടായിരുന്നു. അതെന്താ? അതിന് കാരണമുണ്ടായിരുന്നു എന്ന് വിചാരിച്ചോ? എവിടെയോ വാതിൽ തുറക്കുന്ന ശബ്ദം അപ്പോൾ ശ്യാംകുമാർ കേട്ടു. ആദർശ് ചേട്ടൻ്റെ കുളി കഴിഞ്ഞെന്ന് തോന്നുന്നു. നീ ഭാഗ്യവതിയാണ്. ആദർശിനെ പോലെ നന്മ നിറഞ്ഞ മനസ്സുള്ള ഒരു ഭർത്താവിനെ നിനക്ക് കിട്ടിയല്ലോ. അതിന് മറുപടി പറയാതെ അവൾ അയാളെ ഒന്ന് നോക്കുക മാത്രമേ ചെയ്തുള്ളൂ. കുളി കഴിഞ്ഞ് മുടി ചീകി മുണ്ടും ഷർട്ടും ധരിച്ച് ആദർശ് വന്നു. അല്ല, ഇതാര്? എപ്പോഴെത്തി? ശ്യാംകുമാറിനെ കണ്ട് ആഹ്ലാദത്തോടെ അയാൾ ചോദിച്ചു. ഞാൻ ഇന്ന് രാവിലെ വന്നു. വൈകുന്നേരം കാണാമെന്ന് വിചാരിച്ചാണ് ഇതുവരെ വെയിറ്റ് ചെയ്തത്. സുഖമല്ലേ ആദർശ്? സുഖമായിരിക്കുന്നു. ആദർശ് വന്ന് അയാളുടെ അടുത്തിരുന്നു. ശ്യാമിന് കുടിക്കാൻ എന്താണ്? ചായ എടുക്കട്ടെ? സ്വാതി ചോദിച്ചു. ഇപ്പോഴൊന്നും വേണ്ട. ഞാൻ പെട്ടെന്ന് പോയേക്കാം. നിങ്ങൾക്ക് കഴിക്കാനുള്ള സമയമായില്ലേ? രാവിലെ എല്ലാവരും നല്ല തിരക്കിലല്ലേ? അതുകൊണ്ടാണ് ഈ സമയത്ത് വന്നത്. ശ്യാമിന് എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ. അതല്ല ആദർശ്, 2 കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. ഒന്ന്, എൻ്റെ താങ്ക്സ് പറയാൻ. ഞാനില്ലാതിരുന്ന നേരത്ത് ഗാഥയ്ക്ക് അമ്മയ്ക്കും വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തതിന്. ആദർശിനോടും സ്വാതിയോടും അക്കാര്യത്തിൽ തീർത്താൽ തീരാത്ത നന്ദിയുണ്ട് എനിക്ക്. തക്ക സമയത്ത് നിങ്ങൾ അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞിനെ ചിലപ്പോൾ സുഹൃത്ത് എന്ന നിലയിൽ ആ സമയത്ത് ആരായാലും സഹായിക്കില്ലേ ശ്യാം? അത്രയല്ലേ ഞങ്ങൾ ചെയ്തുള്ളൂ, ആദർശ് പറഞ്ഞു. ശരി തന്നെ. എന്നാലും ആ സമയത്ത് നിങ്ങൾ 2 പേരും ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അത് വലിയ ഭാഗ്യമായിപ്പോയി. സ്വാതി ഒന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ. എനിക്കിനി ആദർശിൻ്റെ ഒരു സഹായം കൂടി വേണം, ശ്യാംകുമാർ പറഞ്ഞു. എന്താണ്? ഞങ്ങളിന്ന് ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. 1 മാസത്തെ ബെഡ് റെസ്റ്റ് തീർന്നല്ലോ. ഇനി ഓഫീസിൽ പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ബസ് യാത്ര പാടില്ല. കാറിലാണെങ്കിൽ കുഴപ്പമില്ല. ശ്യാംകുമാർ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാൻ സ്വാതി ഉത്കണ്ഠയോടെ കാത്തു. എന്നും രാവിലെ ആദർശ് എറണാകുളത്തിന് പോകുന്നുണ്ടല്ലോ. കൂട്ടത്തിൽ ഗാഥയെ കൂടി കൊണ്ടുപോയാൽ ഉപകാരമായിരുന്നു. അതിനെന്താ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ആദർശ് പറഞ്ഞു. സ്വാതിയുടെ മുഖം വിളറി. വൈകുന്നേരം പോരുമ്പോൾ അവളെ കൂടി കൊണ്ടുവരണം. 5 മണി വരെയല്ലേ ഓഫീസുള്ളൂ. ഞാൻ കൊണ്ടുവരാം. താങ്ക്സ് ആദർശ്. 2-3 മാസത്തേക്ക് മതി. അത് കഴിഞ്ഞ് അവൾ ലീവ് എടുത്തേക്കും. സ്വാതിയുടെ നേർക്ക് ആദർശ് നോക്കിയതേയില്ല. അവൾക്കത് ഇഷ്ടപ്പെടാത്ത കാര്യമായിരിക്കുമെന്ന് അയാൾക്കറിയാമായിരുന്നു. സ്വാതി എന്തു പറയുന്നു? കൂട്ടുകാരിയെ കൂടി ആദർശിൻ്റെ കാറിൽ വിടുന്നതിൽ വിരോധമില്ലല്ലോ? ശ്യാംകുമാർ അവളോട് ചോദിച്ചു. എനിക്കെന്ത് വിരോധം? സന്തോഷമേ ഉള്ളൂ, അവൾ പറഞ്ഞു. പക്ഷേ അവളുടെ മുഖത്ത് ഒട്ടും സന്തോഷമുണ്ടായിരുന്നില്ല. അപ്പോൾ നാളെ രാവിലെ നിങ്ങൾ പോകുമ്പോഴേക്ക് അവൾ റെഡിയായി നിൽക്കും, ശ്യാംകുമാർ പറഞ്ഞു. 9 ആകുമ്പോഴേക്ക്, ആദർശ് പറഞ്ഞു. ഓക്കെ, 2 പേർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. അപ്പോൾ നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശ്യാംകുമാർ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി. എന്ത് പറഞ്ഞു ആദർശ്? അയാൾ ചെന്നപ്പോൾ ഗാഥ ചോദിച്ചു. നാളെ രാവിലെ 9 ആകുമ്പോഴേക്ക് പോകാൻ റെഡിയായി നിൽക്കണം. സ്വാതി എന്ത് പറഞ്ഞു? അവളെന്ത് പറയാൻ? അയാൾക്ക് മനസ്സിലായില്ല. അല്ല, ഭർത്താവിൻ്റെ കൂടെ വേറൊരു സ്ത്രീയെ അയക്കാൻ സാധാരണ ഭാര്യമാരൊന്നും സമ്മതിക്കില്ല. നീയാണെങ്കിൽ സമ്മതിക്കില്ലേ? അവൾ അതിന് മറുപടി പറഞ്ഞില്ല. അയാൾ അവളെ നോക്കി ചിരിച്ചു. ഒന്നിച്ചിരുന്ന് ചപ്പാത്തി കഴിക്കുമ്പോൾ സ്വാതിയുടെ മുഖം ആദർശ് ശ്രദ്ധിച്ചു. വലിയ ഗൗരവത്തിലായിരുന്നു അവൾ.
എന്താ ഒന്നും മിണ്ടാത്തത്? അയാൾ അവളെ ചൊടിപ്പിക്കാനായി ചോദിച്ചു. ഞാൻ എന്ത് പറയാനാണ്? കൂട്ടുകാരനും കൂടി തീരുമാനമെടുത്തു കഴിഞ്ഞല്ലോ, ഈശയോടെ അവൾ പറഞ്ഞു. എന്ത് തീരുമാനം? ഞാൻ പറഞ്ഞത് എന്താണെന്ന് ആദർശ് ചേട്ടന് മനസ്സിലായിട്ടുണ്ട്. പിന്നെന്തിനാ ഒരു മറുചോദ്യം? ഗാഥയെ കാറിൽ കൊണ്ടുപോകുന്ന കാര്യമായിരിക്കും. അതെ, ഛേദമില്ലാത്ത ഉപകാരമല്ലേ? എന്തായാലും ഞാനിന്നും എറണാകുളത്ത് പോയിട്ട് വരുന്നതാണ്. ഒറ്റയ്ക്കാണ്, ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, വേറെ ആരുമില്ല താനും. അതുതന്നെ എനിക്കിഷ്ടപ്പെടാത്തത്. എന്ത്? ഒരു അന്യ സ്ത്രീയെയും കൊണ്ട് ഒരു അന്യപുരുഷൻ അങ്ങനെ സ്ഥിരമായി പോകാൻ പാടില്ല. പരിചയമുള്ളവർ എന്ത് വിചാരിക്കും? അതെന്താ ഓർക്കാത്തത്? അവരെന്ത് വിചാരിച്ചാലും നമുക്കെന്താ? അവരുടെ ചിലവിലല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. അവരങ്ങനെ വിചാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ ഹസ്ബൻഡ് സ്ഥിരമായി ഒരു സ്ത്രീയെ കാറിൽ കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ എനിക്കത് നാണക്കേടാണ്. അങ്ങനെയാണെങ്കിൽ അക്കാര്യം നാളെ ഞാൻ ശ്യാമിനോട് പറയാം. എന്ത്? അയാളുടെ ഭാര്യയെ ഞാൻ കാറിൽ കൊണ്ടുപോകുന്നത് എൻ്റെ ഭാര്യയ്ക്ക് നാണക്കേടാണെന്ന്? സ്വാതി രൂക്ഷഭാവത്തിൽ അയാളെ ഒന്ന് നോക്കി. എന്നിട്ട് ശ്യാംകുമാറിൻ്റെ മുമ്പിൽ എന്നെ നാണം കെടുത്താൻ അല്ലേ? പിന്നെ ഞാനെന്ത് വേണമെന്നാണ് നീ പറയുന്നത്? ആദർശിന് സഹിക്കട്ടു. എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിയണമായിരുന്നു. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. നീ ഒരു എക്സ്ക്യൂസ് കണ്ടുപിടിക്കേ, ഞാനത് പറയാം. മുഖം വീർപ്പിച്ച് ഇരുന്നതല്ലാതെ സ്വാതി ഒന്നും പറഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ ബാങ്കിലേക്ക് പോകാൻ ആദർശിനോടൊപ്പം വാതിൽ പൂട്ടി സ്വാതി താഴേക്കിറങ്ങി ചെന്നപ്പോൾ ഓഫീസിൽ പോകാൻ തയ്യാറായി ഗാഥ നിൽക്കുന്നുണ്ടായിരുന്നു. ശ്യാം കുമാറും ഉണ്ടായിരുന്നു സിറ്റൗട്ടിൽ. ഗുഡ് മോർണിംഗ്, ശ്യാംകുമാർ അവരെ കണ്ടു പറഞ്ഞു. ഗുഡ് മോർണിംഗ്. ഞാൻ കാർ എടുത്തുകൊണ്ട് വരാം, ആദർശ് പറഞ്ഞു. സ്വാതിയുടെ നേർക്ക് ഗാഥ നോക്കിയെങ്കിലും അവൾ അത് കണ്ടില്ലെന്ന് മട്ടും നടിച്ചു നിന്നു. 2 ദിവസം ലീവ് എടുക്കാമെന്ന് വിചാരിച്ചത് ഞാൻ, പക്ഷേ ചെല്ലാമോ എന്ന് ചോദിച്ച് മാനേജറിൻ്റെ വിളി വന്നു. അതുകൊണ്ട് ഞാനും പോവാണ്, ശ്യാം പറഞ്ഞു. കാറെടുത്ത് ആദർശ് വന്നു. സ്വാതി അയാളോടൊപ്പം മുമ്പിലിരുന്നു. ഗാഥ ബാക്ക് സീറ്റിലും. ശ്യാം കൈ വീശിക്കാട്ടി. കാറിൽ വെച്ച് ആരുമൊന്നും സംസാരിച്ചില്ല. അത് അസുഖകരമായ നിശബ്ദതയായിരുന്നു. എന്ത് സംസാരിക്കണമെന്ന് പിടികിട്ടാതെ ഗാഥയും ഇരുന്നു. ആദർശ് ബാങ്കിൻ്റെ മുമ്പിൽ ചെന്ന് കാർ നിർത്തി. ഡോർ തുറന്ന് ഒന്നും പറയാതെ സ്വാതി ഇറങ്ങിപ്പോയി. ഞാൻ വന്നത് സ്വാതിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? ഗാഥ ചോദിച്ചു. ഇഷ്ടപ്പെട്ടിട്ടില്ല. കാർ എറണാകുളത്തേക്ക് ഓടി. എങ്കിൽ നാളെ മുതൽ ഞാൻ ലീവ് എടുക്കാം, അവൾ പറഞ്ഞു. അത് വേണ്ട, ഒരാഴ്ച ഇങ്ങനെ പോകട്ടെ. അല്ലെങ്കിൽ ശ്യാമിന് സംശയം തോന്നും. നിങ്ങൾ തമ്മിൽ ഞാൻ കാരണം വഴക്കുണ്ടാക്കണ്ട. കുറച്ച് ദിവസം കൊണ്ട് ഇക്കാര്യം പറഞ്ഞ് സംസാരമുണ്ടാകുന്നുണ്ട്. ഞാനത് കാര്യമാക്കാറില്ല. എന്നാലും വേണ്ട ആദർശ്, ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് മതി. അതുവരെ. അമ്മ എന്നാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്? ഇന്ന് പോകും. എങ്കിൽ പിന്നെ നമ്മുടെ കൂടെ വരാൻ പാടില്ലായിരുന്നോ? എറണാകുളത്ത് നിന്ന് ബസ് കയറ്റി വിടാമായിരുന്നല്ലോ. ആദർശിൻ്റെ കാറിൽ ഇനി അമ്മ കയറുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഞാൻ വരുന്നത് തന്നെ അമ്മ എതിർത്തു. ശ്യാം ചേട്ടനോട് മറുത്തു പറയാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ്. എറണാകുളത്ത് ആദർശ് അവളെ ഓഫീസിൻ്റെ മുമ്പിൽ കൊണ്ടുചെന്ന് വിട്ടു. ഇറങ്ങാറാകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, അയാൾ പറഞ്ഞു. 5 മണിക്ക് ഞാൻ ഫ്രീ ആകും. ശരി, ഞാൻ വരാം. അയാൾ പോകുന്നതൊക്കെ ഗാഥ ഒരു നിമിഷം നിന്നു. പിന്നെ ഓഫീസിലേക്ക് പോയി. അന്നുച്ചയ്ക്ക് ഓഫീസിൻ്റെ മുമ്പിലുള്ള ഹോട്ടലിൽ നിന്നാണ് പതിവ് പോലെ ആദർശ് ഊണ് കഴിച്ചത്. അയാൾ വെളിയിലിറങ്ങി കാറിനടുത്തേക്ക് നടന്നപ്പോൾ പിന്നിൽ നിന്ന് ആരോ വിളിച്ചു. ആദർശ്. അയാൾ തിരിഞ്ഞു നോക്കി. പാൻസ് ഇൻസേർട്ട് ചെയ്ത ഫുൾ സ്ലീവ് ഷർട്ട് ധരിച്ച ഒരു ചെറുപ്പക്കാരൻ അയാളെ കണ്ട് കൈവീശി കാട്ടി. അത് റിംസൺ ആയിരുന്നു. സാദിയോടൊപ്പം ബാങ്ക് കോച്ചിങ് ക്ലാസ്സിൽ പഠിച്ച റിംസൺ. പെട്ടെന്ന് ആദർശ് അയാളെ തിരിച്ചറിഞ്ഞു. സോറി, എനിക്ക് പെട്ടെന്ന് പിടികിട്ടിയില്ല. ആദർശ് ചെന്ന് അയാളുടെ കൈ പിടിച്ച് കുലുക്കി. എനിക്ക് ഇവിടുത്തെ ബ്രാഞ്ചിൽ പോസ്റ്റ് കിട്ടി. ബാങ്ക് ഉദ്യോഗസ്ഥനായപ്പോൾ വേഷമൊക്കെ ഇത്തിരി മാന്യമുള്ളതാക്കി. റിംസൺ ചിരിച്ചു. ഏത് ബാങ്കിൽ? ഇതാ കണ്ടില്ലേ? റിംസൺ കൈ ചൂണ്ടി. തൊട്ടടുത്തുണ്ടായിരുന്ന ആ ബാങ്ക്. സത്യത്തിൽ അപ്പോഴാണ് ആദർശിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സ്വാതി? റിംസൺ ചോദിച്ചു. അവൾ ഇടപ്പള്ളി ബ്രാഞ്ചിലാണല്ലോ. എവിടെയാണ് താമസം? ഇടപ്പള്ളിയിൽ തന്നെ. ഞാനൊരു ദിവസം വരാം. വെൽക്കം. ആദർശ് എന്ന് കാറിൽ കയറുന്നത് ഊറിയ ചിരിയോടെ റിംസൺ നോക്കി നിന്നു. കഥ തുടരും.